ഇന്നത്തെ അതിവിശിഷ്ട വ്യക്തിയായ അണിമംഗലം സാവിത്രി എഴുത്തിയെ പരിചയപ്പെടുത്തുന്നത് സാവിത്രി എഴുത്തിക്ക് പ്രത്യേക ഇഷ്ടമുള്ള പി സി വത്സലയാണ്. പൂർണ്ണേന്ദുവിന് വേണ്ടി സാവിത്രി എഴുത്തിയെ പരിചയപ്പെടുത്താൻ റെഡിയായ വത്സലയ്ക്കും സ്നേഹാദരവോട് കൂടിയ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വത്സല പി സി, അന്യോന്യം തിരുവാതിര ടീമിന്റെ സാരഥിയാണ്. തിരുവാതിര ആഘോഷങ്ങൾ ദേശഭേദങ്ങളിലൂടെ എന്ന പൂർണ്ണേന്ദു തിരുവാതിര സംഘത്തിന്റെ ഈ ഒരു ഉദ്യമത്തിന് ഇന്ന് നമുക്ക് വേണ്ടി കൈകൊട്ടികളിയെ പറ്റി പറഞ്ഞു തരാൻ ശ്രീമതി അണിമംഗലം സാവിത്രി അന്തർജനാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് കൈകൊട്ടികളെ കുറിച്ച് ഇത്രയും ആധികാരികമായി പറയാൻ കഴിവുള്ള വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് സാവിത്രി എഴുത്തി. തന്റെ അമ്മയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഈ തിരുവാതിരപ്പാട്ടുകൾ രചിക്കാനും അതുപോലെ പാടാനും അതുപോലെ തന്നെ കളിക്കാനുള്ള ഈ കഴിവ് തന്റെ അല്ലെങ്കിൽ ഇരിങ്ങാലക്കുട സംഗമ ഗ്രാമത്തിലെ 200-ൽ പരം ശിഷ്യർക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സാവിത്രി എഴുത്തി. പാലക്കാട് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ നിന്നും സംഗീതത്തിൽ റാങ്കോടെ ബിരുദം നേടി. സോപാന സംഗീതത്തിൽ കുലഗുരുവായ ഞരളത്ത് രാമപൊതുവാളിന്റെ ശിഷ്യ കൂടിയാണ്. 2013-14 മലയാള ഭാഷയ്ക്ക് വേണ്ടി സ്വന്തം അക്ഷര കവിതകളിലൂടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ക്രിയാഗവേഷണം നടത്തി. ഈ പ്രബന്ധം നാഷണൽ സെമിനാറിലും അവതരിപ്പിച്ചു. തിരുവാതിരപ്പാട്ടുകൾ, അക്ഷര കവിതകൾ, മലയാള കവിതകൾ, ഭക്തിഗാനങ്ങൾ തുടങ്ങി 250-ൽ പരം രചനകളും അവയ്ക്ക് സംഗീതവും നൽകിയിട്ടുണ്ട്. തിരുവാതിര എന്ന കലയ്ക്കും പാട്ടുകൾക്കും ആചാരാനുഷ്ഠാനത്തിനും നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള ഫോക്കുലർ അക്കാദമിയുടെ അവാർഡും മറ്റ് നിരവധി അവാർഡുകളും സാവിത്രി എഴുത്തിക്ക് ലഭിച്ചിട്ടുണ്ട്. 2019-ൽ സഹപീഠികയുടെ സഹായത്തോടെ കേരളത്തിലെ 20ഓളം സംഘങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുരാണ ഇതിഹാസങ്ങൾ ഇതിവൃത്തങ്ങളായ 300ഓളം പാട്ടുകൾ ദൃശ്യവൽക്കരിച്ചു. ഞങ്ങളും അതിൽ പങ്കാളികളായിരുന്നു. 2024 സെപ്റ്റംബർ 21-ന് പുരാവൃത്തം ദൃശ്യവൽക്കരണത്തിന്റെ 2ാം ഘട്ടം പരമ്പരാഗത രീതിയിൽ 300-ൽ പരം പാട്ടുകൾ കളിയുടെ അകമ്പടിയോടുകൂടി രാവിലെ 6 മണി മുതൽ 19 മണിക്കൂറും 48 മിനിറ്റും നിർത്താതെ പാടി വൃത്തഗീതങ്ങൾ അവതരിപ്പിച്ചതിന് URF യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം വേൾഡ് റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളും അതിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ 19ാമത്തെ മണിക്കൂറിലും സാവിത്രി എഴുത്തിയുടെ ആ ഒരു ശബ്ദത്തിന് ഒരു കോട്ടവും തട്ടാതെ സാവിത്രി എഴുത്തി അത്രയും ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. അതെപ്പോഴും മറക്കാൻ പറ്റില്ല. എന്തായാലും അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. 30 വർഷം സംഗീതാധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. 2015-ൽ കണ്ടശങ്കടവ് സ്കൂളിൽ നിന്നും വിരമിച്ചു. സെൻട്രൽ എക്സൈസ് ഉദ്യോഗസ്ഥനായിരുന്ന അണിമംഗലത്ത് കൃഷ്ണൻ നമ്പൂതിരിയാണ് ഭർത്താവ്. വിഷ്ണു, ജിഷ്ണു, ശ്രീദേവി എന്നിവർ മക്കളാണ്. അത് തുലാമാസം തൊട്ടേ കൂവ പറിക്കലും ഇത് തുടങ്ങും. കൂവയുടെ പരിപാടി ഇതൊക്കെ. പിന്നെ വൃശ്യമാസത്തിൽ കാർത്തികയ്ക്ക് കൺമഷി പിടിപ്പിക്കും. ആ പിടിപ്പിച്ചത് ഈ തിരുവാതിരയ്ക്ക് അന്ന് കണ്ണെഴുതിയ പിന്നെ തിരുവാതിരയ്ക്കാണ് കണ്ണെഴുതേണ്ടത്. അങ്ങനെ ഒരുക്കങ്ങൾ, തിരുവാതിരയ്ക്ക് അനവധി ഒരുക്കങ്ങളുണ്ട്. രണ്ടും കൂടെ കണക്ഷൻ ഉണ്ട്, അങ്ങനെ വിചാരിച്ചിട്ടില്ല. പിന്നെ തുലാമാസം തൊട്ട് ഈ എന്താ പറയുക, വലിയ മുക്കുറ്റി ഇതില്ലേ, ദശപുഷ്പച്ചാന്ത്, നാൽപ്പാമരം, ഇത് പിന്നെ നമ്മൾ ചന്ദനം കുറിടുന്നു. അങ്ങനെ 3 കുറിയായിട്ട് തൊടാറുണ്ട്. ഇതും ഈ തുലാമാസത്തിൽ, ചിങ്ങമാസത്തിൽ തന്നെ അത് അരച്ച് ഉരുട്ടി. അപ്പം ചിങ്ങം, തുലാം ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഒരുക്കങ്ങൾ. വൃശ്ചിക മാസത്തിൽ, ധനുമാസത്തിലേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. അപ്പോൾ ഈ നാൽപ്പാമരം, പിന്നെ അത് പച്ച ഉരുള, ചുമന്ന ഉരുള എന്നാണ് പറയുക. ചുമന്ന ഉരുള നാൽപ്പാമരത്തിൻ്റെ ഉരുള. അത് അമ്മയൊക്കെ ഉണക്കി വെക്കാറുണ്ട്. ഞാനിപ്പോൾ ഈ കുഞ്ഞുമക്കളുണ്ടാവുന്നതിന് മുമ്പ് വരെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. അതിൻ്റെ അതന്നെ തോല് അരച്ച് സോഫ്റ്റാക്കി അരച്ച് അതൊരു പ്രത്യേക, അതൊക്കെ മരുന്നിൻ്റെ കൂട്ടുകളാണ്. ഇതൊക്കെ
അപ്പോൾ അതിലെ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ പിന്നെ അതിനെ പോയി അന്വേഷിച്ചിട്ടില്ല. ദശപുഷ്പങ്ങളെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ ഇംഗ്ലീഷ് പേരുകൾ പഠിക്കലല്ല, പൊതുവെ ആയുർവേദത്തിൻ്റെത് ഇതിലൊക്കെ നോക്കിയാൽ കാണും. പിന്നെ അതിൻ്റെ ഒരു ക്രമം, അതിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പം ഞാൻ അമ്മ പറയാറുണ്ട്, എന്താണ് മറ്റേ ഒരു പ്രസിദ്ധമായിട്ടൊരു പാട്ടുണ്ട്, അതാണ് ഇപ്പോൾ വരുന്നില്ല, ഞാൻ പിന്നെ പാടാം. മുമ്പിൽ കറുകയ്ക്കു ദേവതയാം വമ്പിച്ച ബ്രഹ്മാവു തന്നെയല്ലോ. ഇത് അടിസ്ഥാനമായിട്ടുള്ളൊരു ക്രമം എന്ന് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ സൂര്യൻ എന്ന് പറയുന്നുണ്ട്, ഇതൊക്കെ ശരിയായിരിക്കാം, ഒന്നും ശരിയല്ല എന്ന് പറയുന്നില്ല, പക്ഷെ ആ ക്രമത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ദശപുഷ്പവും ഇതിൽ പെട്ടത് തന്നെയാണല്ലോ, എന്നും ചൂടേണ്ടതുമാണ്. തിരുവാതിരയ്ക്കും പ്രധാനമായിട്ട് ചാർത്താനും ചൂടാനും ഉള്ളതൊക്കെയാണ്. അപ്പം അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞോട്ടെ. ദശപുഷ്പം ദശപുഷ്പം എന്ന് വെച്ചാൽ ആദ്യം കറുക 3 ഇഴ, പിന്നെ ചെറുള. അപ്പോൾ ബ്രഹ്മാവ് വമ്പിച്ച ബ്രഹ്മാവ് തന്നെയല്ല. അപ്പോൾ ബ്രഹ്മാവ് ജനി, പിന്നെ ചെറുള മൃതിയുടെ ആള് യമധർമ്മനാണ്. അപ്പോൾ ജനി മൃതി എന്നതിനെ നമ്മൾ ചിന്തിക്കണം എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ആ മാല കെട്ടുന്നതിൽ തന്നെ ശരിയായിട്ടുള്ളൊരു ക്രമമുണ്ട്. അപ്പം എനിക്കത് ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ്, അതൊരു കാര്യമാണല്ലോ. അപ്പോൾ വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല, അത്രയും ശരിയല്ല, ശരിയായിരിക്കാം, പക്ഷെ കുറേയും കൂടി ശരി ഇതാണ്. നമ്മുടെ ഇതിൽ അങ്ങനെയാണല്ലോ, എല്ലാ പുരാണങ്ങളിലും ഹിന്ദുക്കളിലെ എല്ലാറ്റിലും കുറേ ശരികളുണ്ട്, പക്ഷെ കൂടുതൽ ശരി ഇതാണെന്നൊരു തോന്നൽ എന്നുവെച്ചാൽ നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ. അപ്പോൾ ആദ്യം ബ്രഹ്മാവിൻ്റെ 3 ഇഴ കറുക, പിന്നെ ജനിമൃതി. അപ്പോൾ രണ്ടാമത്തെ കെട്ട് ഒരു പിരിച്ചിട്ട് ഇല വാട്ടി പിരിച്ച്, അപ്പോൾ 3 ഇഴ കറുക വെച്ചു, പിരിച്ചു, വീണ്ടും കറുകയും ചെറുളയും കൂടി വെച്ചു. അപ്പോൾ അത് നമ്മുടെ ജനിമൃതിയെ കുറിച്ച് മനുഷ്യനോർക്കണം. അപ്പം അതുകൊണ്ട് എന്നും അത് ചൂടുക, എന്നും ഇതിനെപ്പറ്റി ഓർക്കുക, ഉള്ള കാലം നല്ലത് ചെയ്യുക എന്നൊക്കെയല്ലേ നമ്മൾ, അതൊക്കെ എനിക്ക് തോന്നിയതാണ് അല്ലേ, ശരിയാണല്ലോ. വിളിച്ചായാൽ അത് ആ ചിന്ത വരിക, അവസാനം ആ ദിവസത്തെ അവസാനം വരെ നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യുക. പരോപകാരാർത്ഥം ഇതം ശരീരം എന്നുള്ള പറയാറുണ്ടല്ലോ. അപ്പം ആ നല്ല പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഉപദ്രവിക്കാതിരിക്കുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള നന്മകൾ എന്ന് പറയുന്നത്. കുട്ടികളെ ഓരോ പ്രായക്കാർക്കും അതിൻ്റേതായ രീതിയിൽ പറഞ്ഞു കൊടുക്കാം. അപ്പം അങ്ങനെ നന്മകൾ. പിന്നെ കറുക ചെറുള, പിന്നെ വിഷുക്രാന്തി പൂവാങ്കുരുന്നില, അത് ദമ്പതി സമേതാണ്. വിശ്വക്രാന്തി വിഷ്ണു തന്നെ, പൂവാങ്കുരുന്നില ശ്രീ ഭഗവതി, ആ പാട്ടിൽ പറഞ്ഞ പ്രകാരം. അപ്പം അവർ ദമ്പതി സമേതം. അപ്പോൾ ജനിച്ചു, ജനനം എന്നത് കഴിഞ്ഞാൽ പിന്നെ പരിപാലനാണ്. അപ്പോൾ ഭഗവാൻ വിഷ്ണു ശ്രീ ഭഗവതി പരിപാലനം, അത് രണ്ടും കൂട്ടി പിരിച്ചു. ഇനി അടുത്ത ദമ്പതി ശിവൻ പാർവതിയാണ്. മുയൽച്ചെവി പിന്നെ മുക്കുറ്റി, ഇത് കൂട്ടിപ്പിരിച്ചു. അപ്പോൾ ശിവപാർവതി. അപ്പോൾ ശിവൻ എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടിയ കുടുംബത്തിൻ്റെ മാതൃകാ കുടുംബം, കുട്ടികളും ഒക്കെ കൂടിയ അങ്ങനെ പറയും നമ്മൾ. മറ്റുള്ള ഭഗവാൻ ഗുരുവായൂരപ്പനൊന്നും അല്ല അത് പറയാം. മാതൃകാ കുടുംബം എന്ന് വെച്ചാൽ ശിവകുടുംബം തന്നെയാണ്. അപ്പം അത് ആ സങ്കല്പാവാം. പിന്നെ ജനനം കഴിഞ്ഞു, പരിപാലനം കഴിഞ്ഞു, പിന്നെ അവസാനം ശിവൻ ഇല്ലാണ്ട് മരണമില്ല എന്നുള്ള ആ ഒരു സങ്കല്പത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ ഒരു കൃത്യമാണ്, അത് ശരിയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോഴും ശരിയാണല്ലോ അല്ലേ? ആ, അത് വളരെ കൃത്യമായിട്ടാണ്. അത് ആ പാട്ടുണ്ടാക്കിയവരും ആ രീതിയിൽ തന്നെ ആയിരിക്കണം ഈ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ വേറെ എന്ത് കേട്ടാലും ഞാനത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു ബോധ്യം എന്ന് പറയട്ടെ. അതിന് വിസ്തരിച്ച് നമുക്കും അല്ല, ഞാനിത് ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് അപ്പം അതിനോട് കൂടുതൽ ഇഷ്ടമായി. പിന്നെ ദിവസം അതിനെ അതെ ശരിക്കും പിന്നെ ഒരു പ്രാന്ത് എന്ന് പറയാം. എന്തിനോടൊരു കമ്പം, ഒരു ഇത് വേണം, എന്നാലേ നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്തുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ കഞ്ഞുണ്ണി നിലപ്പന. കഞ്ഞുണ്ണി എന്താണ് അപ്പം ഞാൻ മറന്നു. നിലപ്പന കാമദേവനാണ്. അയ്യോ, അത് കട്ട് ചെയ്യണം കേട്ടോ, എനിക്കിപ്പോൾ ഓർമ്മ വരില്ല. ആ, അപ്പം അത് പറഞ്ഞ് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോവുകയാണ്. കഞ്ഞുണ്ണി എവിടെ കാണണം?
പിന്നത്തെ ഓർമ്മ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറയാം. അതായത് ജീവിതത്തിലേക്ക് വേണ്ട കാമദേവൻ, പിന്നെ ഇന്ദ്രനല്ല, ഇതാണ് അവിടെ വരുന്നില്ല. അപ്പോൾ കഞ്ഞുണ്ണി നിലപ്പന കാമദേവനാണ്. പിന്നെ ഒഴിഞ്ഞ തിരുതാളിയാണ്. അങ്ങനെ ഒഴിഞ്ഞ ഇന്ദ്രനാണ്. ഇന്ദ്രിയങ്ങളുടെ ദേവനായിട്ടുള്ള ഇന്ദ്രനാണ് ഒഴിഞ്ഞയുടെ. ഇന്ദ്രവല്ലരി എന്നൊരു പേരുണ്ട്. അത് ഈ ഒഴിഞ്ഞയ്ക്കുള്ളൊരു മറ്റൊരു പേരാണ്, ഇന്ദ്രവല്ലരി. അപ്പോൾ ഒഴിഞ്ഞ, പിന്നെ തിരുതാളി ഉണ്ണിക്കണ്ണനായിട്ടാണ്. അതെനിക്ക് തോന്നുന്നു സന്തതി ഇതായിട്ടുള്ള ഉണ്ണിക്കണ്ണൻ, ആ ഒരു ആലില പോലെയുള്ളൊരു ഇല, ആലിലത്താലി പോലെ, അങ്ങനെ ആ ഒരു ഇതാണ്. അങ്ങനെയാണ്. അപ്പോൾ ഇത്ര 7 അടുക്കായിട്ടാണ് വെക്കുക. ആദ്യം കറുക മാത്രം 3 ഇല, പിന്നെ കറുക ചെറുള, പിന്നെ വിഷുക്രാന്തി പൂവാൻ കുരുന്നില, മൊയിൽച്ചെവി മുക്കുറ്റി, കഞ്ഞുണ്ണി നിലപ്പന, ഒഴിഞ്ഞ തിരുതാളി, പിന്നൊരു കറുക. അത് വരുണനാണ് കേട്ടോ. വരുണനും കാമദേവനും. വരുണൻ ഇതിൽ വന്നിട്ടില്ല. വരുണൻ എന്ന് വെച്ചാൽ ജലമാണല്ലോ, ജലം വേണം നമുക്ക്. പിന്നെ കാമം വേണം, കാമം ഇല്ലെങ്കിൽ ലോകമില്ല. അപ്പോൾ കാമദേവൻ, പിന്നെ ഇന്ദ്രനും ഉണ്ണികൃഷ്ണനും. അങ്ങനെയാണ് ക്രമം. അപ്പോൾ എന്താണ്, ആദ്യം ബ്രഹ്മാവ്, പിന്നെ ജനിമൃതി ബ്രഹ്മാവും യമധർമ്മനും, പിന്നെ വിഷ്ണു ശ്രീ ഭഗവതി, പിന്നെ ശിവൻ ശ്രീ പാർവതി, പിന്നെ വരുണൻ കാമദേവൻ. അതായത് കഞ്ഞുണ്ണി നിലപ്പന, കയ്യുണ്യം എന്നും പേരൊക്കെ മാറലുണ്ട് കേട്ടോ ഒരു ദേശത്തിന്. കഞ്ഞുണ്ണി ഇത് വരുണൻ, നിലപ്പന കാമദേവൻ, ഒഴിഞ്ഞ ഇന്ദ്രൻ, തിരുതാളി ഉണ്ണികൃഷ്ണൻ. ഇങ്ങനെയാണ് ക്രമം. അവസാനം ഇത് 3 ചേർത്താണ് ലാസ്റ്റിന് മുമ്പ് വയ്ക്കുക. ഒഴിഞ്ഞ തിരുതാളി കറുക, പിന്നെ 3 കറുക. അപ്പം അങ്ങനെ 7 അടുക്കായിട്ടാണ് മാലകെട്ടൽ. അപ്പം ഇതിനൊക്കെ ഈശ്വര സങ്കല്പമുണ്ട്. പിന്നെ കറുകയൊക്കെ നല്ല ഇതാണെന്നല്ലേ പറയണേ, എല്ലാം തലമുടിക്ക് നല്ലതാണ്, പിന്നെ മൂത്ര സംബന്ധമായിട്ടുള്ള കണ്ണിന് നല്ലതാണ്. അങ്ങനെ പല പൂവാങ്കുരുന്നിലേക്ക് കൺമഷി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇടുന്നില്ല. പിന്നെ ഇപ്പം ഈ ദശപുഷ്പം ചേർത്തിട്ടാണ് ഈ പച്ച കുറി. പിന്നെ നാൽപ്പാമരം, അതും ഇതുപോലെ തന്നെ നെറ്റിയിൽ ഈ ഒരു ഇതിൽ തൊടുമ്പഴേ. അപ്പോൾ ഈ നാൽപ്പാമരം, ദശപുഷ്പ കുറി, ഇതും രണ്ടും ഉരുട്ടി ഇതും തിരുവാതിര വരെയാണ്. തുലാമാസം തൊട്ട് തുലാം, വൃശ്ചികം, ധനുവിലെ തിരുവാതിര വരെയാണ് ഈ തൊടലുകൾ. അപ്പം അത് ചിങ്ങത്തിലേ തുടങ്ങണം, ചിങ്ങത്തിലേ അരച്ച് റെഡിയാക്കി ഉണക്കി വെക്കണം. പിന്നെ കൂവ, പിന്നെ പറമ്പൊക്കെ വൃത്തിയാക്കി, അങ്ങനെ ആ ഒരു ഒരുക്കങ്ങൾ. പിന്നെ കിഴങ്ങുകൾ, ഇതൊക്കെ പറമ്പിലുള്ളതും ഇതൊക്കെ അങ്ങനെ നട്ട് വളർത്തൽ, ഇതൊക്കെ തിരുവാതിരയുടെ ഒരുക്കങ്ങൾ മുൻപേ ചിങ്ങം തൊട്ടേ തുടങ്ങാം. ഓണം കഴിയുമ്പോഴേക്കും തന്നെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ എന്താ വെച്ചാൽ, പിന്നെ തിരുവാതിര എന്ന് പറഞ്ഞാൽ 1 മാസം മുമ്പ്, അതായത് വൃശ്ചിക മാസത്തിൽ തിരുവാതിര തുടങ്ങി തുടിച്ചുകുളി തുടങ്ങും 1 മാസം മുമ്പ്. പണ്ടത്തെ അങ്ങനെയാണ് നിയമം. ഇപ്പം പിന്നെ ഒരാഴ്ച മുമ്പ് കാർത്തിക തൊട്ട് അശ്വതി തൊട്ട് ഇങ്ങനെയൊക്കെയാണ്. അശ്വതി തൊട്ടൊക്കെയാണ് ഇപ്പോൾ കുറച്ച് വീണ്ടും അത് തുടങ്ങിയിട്ടുണ്ട്. അന്ന് മുതൽ കോടിയിളക്കി കൊടുക്കലും. അങ്ങനെ ഇണവസ്ത്രം എന്ന് പറയുന്നത് തിരുവാതിരയ്ക്കും മകീരത്തിനും തിരുവാതിരയ്ക്കും ഇണം ഉണ്ട കൊടുക്കാറുള്ളൂ ഈ ദിവസങ്ങളിൽ. അശ്വതി മുതൽ തിരുവാതിര വരെ, മകീരം വരെ. മകീരം തൊട്ട് എണ വസ്ത്രം കൊടുക്കും. മകീരം തിരുവാതിരയും. മകീരം മക്കൾക്ക് എന്നാ പറയുക. പിന്നെ തിരുവാതിര ഭർത്താവിനും മംഗല്യത്തിനും എന്നാണ് പറയുക. അപ്പം മക്കൾക്കും ഭർത്താവിനും വേണ്ടിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഒരു കുടുംബിനി ഏറ്റവും പ്രധാനമായിട്ട് അനുഷ്ഠിക്കേണ്ട ഒരു അനുഷ്ഠാന വ്രതമാണ് തിരുവാതിര. പിന്നെന്താ വെച്ചാൽ, ഈ തിരുവാതിരയ്ക്ക് കുളിക്കാൻ പോകുമ്പോൾ എന്താ പറയുക, ഗംഗാദേവിയെ ഉണർത്തിയിട്ട് വേണം എന്ന് പറയാം. അഷ്ടമംഗല്യം സാധാരണ ദിവസമൊന്നും കൊണ്ടുപോല ഇല്ല എന്നാണ് ധരിച്ചിട്ടുള്ളത്. ഈ അശ്വതി മുതൽ
അഷ്ടമംഗല്യവും വിളക്കും കൊണ്ടുപോകും. അഷ്ടമംഗല്യത്തിലെല്ലാം ഉണ്ട്, കുറിക്കൂട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഈറനായിട്ട് വരാറില്ല, ഈ ശുദ്ധി മുതലുള്ള ഈറനെടുത്ത് വരാറില്ല. അപ്പോൾ അലക്കിയത് അങ്ങനെ കോടി അലക്കിയതില്ലെങ്കിൽ അലക്കിയതെങ്കിലും എടുത്ത് ശുദ്ധമായ, പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, അല്ലാണ്ടൊരു ശുദ്ധമല്ലാണ്ട് ഇല്ലല്ലോ. അങ്ങനെയൊക്കെയാണ്. പിന്നെ കൊണ്ടുപോകാനുള്ളത് കറുകയാണ്. ഈ കറുക ആരാധനയ്ക്കും ഒരു പ്രധാന പങ്കുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ആയുസ്സും ഈ സൂര്യന് കപിലേ നമ, സുരഭേ നമ, നന്ദിന്യേ നമ എന്നാണ് ആദ്യം നമ്മൾ ആരാധിക്കുക. 3 കറുക വെച്ച് കപിലേ നമ, കപിലേ നമ, കപിലേ നമ. അത് ദിവസവും ചെയ്യാറുണ്ട്. കപിലേ നമ, സുരഭേ നമ, നന്ദിന്യേ നമ എന്നുണ്ട്. ഇങ്ങനെ കാണിക്കും. എന്നിട്ട് പിന്നെ വടക്കോട്ടാണ് ആരാധന. അതെന്താന്ന് വെച്ചാൽ അറിയില്ല. അത് ഇപ്പോൾ വടക്കിനും ഉണ്ടല്ലോ, നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ട് വടക്കിനും എടുക്കില്ലാത്തൊരു അവസ്ഥയല്ലേ. ഇങ്ങനെ ഹിമാലയം ഇങ്ങനെ പൊന്തി നിൽക്കണം, അതായിരിക്കാം. തെക്കാണെങ്കിൽ കടലുമാണ്, മുങ്ങും, അതായിരിക്കാം. വേണമെങ്കിൽ വടക്കിന് എപ്പോഴും പ്രാധാന്യം. ഇപ്പോൾ വസ്ത്രം എടുക്കുമ്പോൾ കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ടാവാം. വടക്കോട്ടും കിഴക്കോട്ടും, ആദ്യം കിഴക്കോട്ട് നിൽക്കും, പിന്നെ വടക്കോട്ടും, അവസാനം ഇല്ലാണ്ട്. അങ്ങനെയും അമ്മ അതൊക്കെ പറയണ കാരണം രണ്ടും ആവാം. ഒന്ന് കിഴക്കോട്ടാവും, പിന്നെ ഒന്ന് വടക്കോട്ടും തിരിയും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം കപിലേ സുരഭേ നമ, നന്ദിന്യേ നമ. ഇത് എൻ്റെ ശ്രീ സൂര്യായ നമ എന്നിട്ട് മുതലേ. അപ്പോൾ ഇത് എന്താ പറയുക, ഓജസ്, തേജസ്, ആയുസ്, ഇതാണ് നമുക്ക് വേണ്ടത്. ഓജസ്സും തേജസ്സും ആയുസ്സിനും വേണ്ടിയാണ് നമ്മൾ സൂര്യന്. അപ്പോൾ ശ്രീ സൂര്യായ നമ, ശിവസൂര്യ എന്നിട്ട് 3 ഇഴ വെച്ച് 3 പ്രാവശ്യം കിഴക്കോട്ടനെ ആരാധിക്കും. ഇത് കഴിഞ്ഞ് 3 ഇഴ എടുത്ത് 2 ചെറുളയും ചേർത്തിട്ടാണ് നമ്മൾ ചൂടുക. അപ്പോഴും ഇത് തന്നെയാണ് ദശപുഷ്പത്തിൻ്റെ അതേപോലെ തന്നെയാണ്. ജനിമൃതി ചിന്തിക്കണം. ഒരു ദിവസം തുടങ്ങിയാൽ ഇത് ഓർത്തിട്ട് വേണം നമ്മൾ ഓരോ നേരം ഓരോ സ്റ്റെപ്പ് വയ്ക്കാൻ. എന്ന് വെച്ചാൽ ആ ദിവസം തുടങ്ങാം എന്നാണ്. അപ്പോൾ കുളത്തുനിന്ന് വരുമ്പോൾ തന്നെ അമ്മയൊക്കെ ഇങ്ങനെ ഇതാക്കി ഒരു കപ്പിൽ വെള്ളവും പിടിക്കും. അപ്പോൾ അതിൽ മുക്കി ശുദ്ധാക്കി അവിടെ ആരാധിക്കും. അങ്ങനെയാണ്. പക്ഷെ തിരുവാതിര സമയത്ത്, തിരുവാതിരയ്ക്ക് ഇത് ആരാധിക്കുമ്പോൾ നമ്മളിതൊക്കെ കെട്ടി റെഡിയാക്കി ഓരോരുത്തർക്കുള്ള. അപ്പോൾ കപിലേ നമ 3 സുരഭേ നമ 3 നന്ദിന്യേ നമ 9 27 ഇല. ഇത് കഴിഞ്ഞ് സൂര്യനുള്ള 3 അപ്പോൾ ഒരു 9 കൂടി. അപ്പോൾ 3 അല്ല 4 ഇത് കഴിഞ്ഞാൽ 3 ഇഴക്കറുകയും 2 ചെറുളയും ഇലയിലും മതി. ഇനിയിപ്പോൾ അതല്ല, ചെറുള കഴുത്ത് പൂക്കളൊന്നും ഇല്ലാത്തതാണെങ്കിൽ കഴുത്തായിട്ടും ആവാം. പക്ഷെ അധികം അങ്ങനെ ഇലയിലും മതി എന്നാണ് പറയാറ്. അങ്ങനെ ഓരോരുത്തരും എടുക്കും. പൊടിച്ചു കുളിക്കാൻ പോകുന്നവര് ഓരോരുത്തർക്കും നമ്മളതാ പണ്ട് മുത്തശ്ശിമാരും അമ്മമാരൊക്കെ അതിങ്ങനെ റെഡിയാക്കി വെക്കും. ഒരു റോൾ ഇങ്ങനെ വെക്കും, എന്നിട്ട് ഒരു ഇലയിൽ അടുത്ത റോള് ഓരോരുത്തർക്കും ഉള്ളത് അങ്ങനെ വെക്കുക. അതിൽ 2 ഇല ചെറുപുളി ഉണ്ടാവും. അപ്പം അത് നമ്മൾ ആരാധിക്കുമ്പോൾ കൃത്യമായിട്ടൊക്കെ ശ്രദ്ധയാണ് അതിനൊക്കെ. അപാരമായിട്ടുള്ള ഇപ്പം നമ്മൾ ഗണപതി ഹോമത്തിന് നാരി കളഞ്ഞ തെച്ചി എന്ന് പറയില്ലേ, ഇതൊക്കെ എത്ര ശ്രദ്ധാപൂർവമാണ് ചെയ്യണത്. അപ്പം ഇതൊക്കെ ഒരു എന്ത് കാര്യത്തിനും ജീവിതത്തിൽ ഒരു ശ്രദ്ധ വേണം എന്നുള്ളതിനാണെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ? വളരെ ശ്രദ്ധയോടുകൂടി, വേരൊന്നുമില്ലാതെ. ചില ദശപുഷ്പങ്ങൾക്ക് വേര് വേണമെന്നുണ്ട്, ചിലതിന് പാടില്ല എന്നുണ്ട്. ചെറുളയ്ക്കൊന്നും വേര് പാടില്ല, കറുകയ്ക്ക് പാടില്ല, വേര് പാടില്ല, ചെറുളയ്ക്ക് പാടില്ല. പിന്നെ പൂവാങ്കുരുന്നില വേരോടെയാണ്. പൂവാങ്കുരുന്നില, മോച്ചമി, കഞ്ഞുണ്ണി എല്ലാം പിറന്നാളിനൊക്കെ ആ വേരോട് കൂടി തന്നെയാണ്, ചെടിയോട് കൂടിയാണ് നമ്മൾ വെക്കുക. പിന്നെ വേര് കിട്ടില്ല. എന്നാലും 2 3 ആയിട്ട് അങ്ങനെ ഇതാവാം. അങ്ങനെ ചിലത് പാടില്ല എന്നുണ്ട്. ഇതാണ് കറുകയും ചെറുപുളിയാണ് വേര് പാടില്ലാത്ത. മറ്റൊക്കെ വേരോട് കൂടിയാലും അങ്ങനെയൊക്കെ. ഇതൊക്കെ ഇത്ര എന്താ പറയുക, ഇത്രയും നിഷ്കർഷയായിട്ട് പണ്ട് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിനോടൊരു ബഹുമാനം, അത്ഭുതവും എല്ലാം. ശ്രദ്ധയാണ് ഇതിലൊക്കെ വേണ്ടത്. പെൺകുട്ടികൾ എപ്പോഴും ശ്രദ്ധ. പെൺകുട്ടികൾക്ക് ഏറ്റവും വേണ്ടത് ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും, ഇല്ലേ കുട്ടികൾക്ക്? അപ്പം അത് ജീവിതത്തിൽ ഉടനീളം ആ ശ്രദ്ധ എന്നുള്ളത്
അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് ഇത് ഓരോന്ന് സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ നമുക്കറിയാം അല്ലേ. ഇത്രയും വ്യക്തമായിട്ട് ഇതൊക്കെ അമ്മ ഇങ്ങനെ എത്ര നന്നായിട്ട് ടീച്ച് ചെയ്തല്ല, അതൊന്നും പറയാണ്ടോ വയ്യ, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്നും ഹൃദയസ്ഥാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ എന്നിട്ട് മുത്തശ്ശി ഇതുപോലെ ഗംഗയെ ജീവനെ ജീവ ഗോദാവരി സരസ് പറഞ്ഞിട്ട് മുത്തശ്ശി ഉണ്ടാക്കി തരും. ഇങ്ങനെ സപ്തനദികളെ ആവാഹിച്ച് അതാണ് അങ്ങനെ. അപ്പം ശരിക്കും പ്രഭാതത്തിൽ കുളി തുടങ്ങേണ്ടത് അവിടെ അങ്ങനെയാണ്. ആദ്യമായിട്ട് മുങ്ങണത് അങ്ങനെയാണ്. ഒന്ന് മുങ്ങിയിട്ട് വേണേലും അതന്നെ ഈ 9 മണിക്കുള്ളിൽ കുളിക്കണം എന്നും പറയും. 9 മണിക്കുള്ളിൽ എന്ന് ഇപ്പോൾ പറയാം. നേരത്തെ തന്നെയാണ്, 9 അല്ല. അതുവരെ തീർത്ഥങ്ങൾ ഉണ്ടാവും എന്നാ പറയാം. പ്രത്യേകിച്ച് വൈശാഖ മാസത്തിൽ എല്ലാ തീർത്ഥങ്ങളും നമ്മുടെ ജലാശയങ്ങളിൽ വന്ന് അതെന്നും അങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പം എന്നും രാവിലെ ഉദിക്കണതിന് മുമ്പ് കുളിക്കണം എന്നുള്ള അവസ്ഥ തന്നെയാണ്. മാക്സിമാണ്, അങ്ങേറ്റാണ് 9 മണി വരെ എന്ന് പറയണത്. അപ്പോൾ കുളിക്കാൻ പോകുമ്പോഴും ഇത് ചെയ്യാറുണ്ട്. നമ്മൾ കുളി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ചു കയറുന്നതിന് മുമ്പ് ഗംഗയെ ജമുനെ ചെയ്യും. അപ്പോൾ ഒന്ന് മുങ്ങിയിട്ടാണ് ഗംഗയെ ചെയ്യും. അപ്പോഴും നമുക്ക് ദേഹശുദ്ധി വരുത്തിയിട്ട് വേണം ഈ ഗംഗയെ സപ്തനദികളെ ആവാഹിക്കലും ശുദ്ധിയോട് വേണമെന്നാ പറയാ. അപ്പോൾ ഒന്ന് മുങ്ങിയിട്ടാണ് ഇത് ചെയ്യാം. പിന്നെ നമസ്കാരമുണ്ട്, പിന്നെ മഞ്ഞൾ തൊടലൊക്കെ മഞ്ഞൾ തൊടലും ഇതൊക്കെ ഒന്ന് മുങ്ങിയിട്ടൊക്കെ തന്നെയാണ് ഇതൊക്കെ ഇതായി. അപ്പോൾ നമ്മൾ കൂടുതൽ ശുദ്ധിയായില്ല. അതിന് ശേഷം മഞ്ഞൾ തൊടുന്ന കിഴക്കോട്ട് തിരിഞ്ഞിട്ട് അവണക്കും കുരു പച്ചമഞ്ഞൾ ഇതൊക്കെ തൊടും. കുരു ഒരക്കിയാണ് കുരുകള് കിട്ടി. പിന്നെ മറ്റേ പച്ചമരുന്ന് കടയിൽ കിട്ടും. അവിടൊക്കെ ഉള്ളിടത്ത് കുരു പൊളിച്ചെടുക്കാൻ പറ്റും. ഒരു കറുത്തിട്ടൂരുണ്ടാവും. ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ശുദ്ധ ഫ്രിഡ്ജിൽ പച്ചമഞ്ഞളും പിന്നെ പച്ചമഞ്ഞളിന് പറിക്കാനുണ്ട് പ്രധാന ദിവസങ്ങളിലൊക്കെ. അത് കുറി ഇടുകയാണോ പതിവ്? കുറി ഇടും ചെയ്യും. സന്ധികളിലെ കഴുത്തില് മാറത്ത് കൈ ഇതില് മുഖത്തും തേക്കും. പച്ചമഞ്ഞൾ മുഖത്തും തേക്കും, മുഖം മുഴുവനും തേക്കും. പിന്നെ ദേഹം മുഴുവൻ അങ്ങനെയാണ് പറയുക. നമ്മളിങ്ങനെ ഇത് കാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ദേഹം മുഴുവൻ തേക്കലാണ് ശരിക്കും അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള. ദേഹത്തിലെ ദുഷിപ്പുകൾ കളയുക എന്നുള്ളതാണ്, ശുദ്ധീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. മുഖം മുഴുവൻ നമുക്ക് തേക്കാം. ഉരച്ചൊരച്ച് എനിക്ക് നല്ല മഞ്ഞളൊക്കെയാണ് ഞാനിങ്ങനെ തേക്കും, ഇഷ്ടമാണ്. സ്കിന്നിന് നല്ലതാണല്ലോ. അപ്പോൾ ആ കുറിയിടല് പിന്നെ ഈ എന്താ ഇത് പുഷ്പം ചൂടും. പിന്നെ ആദ്യം കറുക ഉഴിയിലാണ്. തിരുവാതിരയ്ക്ക് വന്നിരുന്നാൽ വിളക്കുണ്ടാവും, അഷ്ടമംഗല്യം ഉണ്ടാവും. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഉഴിഞ്ഞ് ഇത് കപിലേനമാന്ന് ഉഴിഞ്ഞിട്ട് വടക്കോട്ട് ഇടുക ചെയ്യാം കേട്ടോ. എന്നിട്ട് കൈ കഴുകും. കപിലേനമ നമ്മൾ ഇങ്ങനെ ഉഴിഞ്ഞിട്ട് നമ്മൾക്കാണല്ലോ ആഗ്രഹം വേണ്ടത്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെ ഇങ്ങനെ ആരാധിക്കുകയാണ്. പുല്ല് കിണ്ടിയിൽ മുക്കിയിട്ട് വെള്ളത്തിൽ മുക്കി ആരാധിക്കുക, വടക്കോട്ട് ആരാധിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഒഴിഞ്ഞ് കളയുക എന്ന് പറഞ്ഞാലും ഇതാണ് ആരാധനയോട് കൂടിയാണ്. അങ്ങനെ കപിലേനമ സുരഭേനമ നന്ദിനേനമ. പിന്നെ സൂര്യനെ വിളക്ക് വെച്ചിട്ട് വിളക്കത്തൊക്കെയാണ് ആരാധന. സുരഭേനമ നന്ദിനേനമ. പിന്നെ സൂര്യന് അത് പിന്നെ അവനവന് അത് ചൂടുകയും ചെയ്യും. അപ്പോൾ ഒഴിഞ്ഞ് കളയൽ പിന്നിലേക്കുണ്ട്, ആരാധിച്ച് ഒഴിഞ്ഞ് കളയും. അത് പിന്നെ വേറെ ചിലരൊരു നാടൻ മന്ത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒഴിഞ്ഞ് അങ്ങനെ. അത് പ്രത്യേക മന്ത്രമൊന്നുമില്ല, ഒഴിഞ്ഞ് കളയുന്നതിന്. ആദ്യം 3:30 ഒഴിഞ്ഞ് കളയാം. പിന്നെ കപിലേനമ സുരഭേനമ ഒഴിഞ്ഞ് വടക്കോട്ടിടുകയാണ്. അത് ഞാൻ വിട്ടുപോയതാട്ടോ. 3 പ്രാവശ്യമായിട്ട് പഞ്ചാക്ഷരം ചൊല്ലാം. പിന്നെ എന്തൊക്കെയോ ചിലർക്കൊരു നാടൻ ചില മന്ത്രങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, ഇതിനും വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടേ ആ ചില ദേശങ്ങളിൽ പ്രത്യേകതയുണ്ട്. ഇത് പഞ്ചാക്ഷരം ചൊല്ലി നമ്മുടെ ഇതാക്കി പിന്നാക്കം കളയുക ചെയ്യുക. അങ്ങനെ 3 പ്രാവശ്യം നമ്മളെ ശുദ്ധീകരിക്കും. അതിനുശേഷം കപിലേ നമ സുരഭേ നമ നന്ദിനേ നമ. ഇതിന് ശേഷം ശ്രീ സൂര്യായ നമ. അത് തേജസ്സിന്, ഓജസ്സിന്, ആയുസ്സിന്. മറ്റത് കാര്യസാധ്യങ്ങൾ, കാമങ്ങൾ സാധിക്കാനായിട്ട്, നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവസാനം ചൂടുമ്പോൾ ചിന്ത വേണം, ജനി മൃതി ഉണ്ടെന്നുള്ള. അതിന് വേണ്ടി 2 ഇല ചെറുള്ളിയും കൂടിയും ചൂടി, 3 കഴുത്ത് തുളസിയല്ല കറുക ചൂടും. ഇതാണ് കറുകാരാധന.
പിന്നെ മുങ്ങിക്കയറി മുങ്ങിക്കയറുന്നതിന് മുമ്പ് ഈ മഞ്ഞൾ തൊട്ട് ഇതുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ 108 തുടിക്കൽ എണ്ണി തുടിക്കലുണ്ട്. അതുണ്ട്. പിന്നെ ദിവസവും ചെയ്യാം. അത് ഞാൻ ചെയ്യാറുള്ളത്. അതിന് മുമ്പത്തെ മാസത്തെ ഉണ്ട് തിരുവാതിരയ്ക്ക് ഇത് തന്നെയാണ്. ഗംഗയെ ഉണർത്തുപാട്ട് പാടിയിട്ടാണ്. ഉണരൂണരൂ ഗംഗാദേവി ചെറുകുളത്തിൽ കുളിർ പരന്നു ശ്രീപാർവതി നീരാടുന്നു ഓരിൻ ഓരിൻ തോഴിമാരെ ധനുമാസത്തിൽ. ശരിക്കും പറഞ്ഞാൽ ധനുമാസത്തിൽ തിരുവാതിര എന്നുള്ള തുടക്കം. ഇതാണ് തുടക്കം. ഈ പാട്ടിൻ്റെ തുടക്കം ഇതാണ്. ഇത് ആർക്കും അറിയില്ല. അതുമാതിരി ഇതില്ലേ നരകവൈരിയ മരവിന്ദാക്ഷൻ്റെ എന്നുള്ളതിൻ്റെ ബാക്കി എല്ലാവർക്കും അറിയുള്ളൂ. കണി കാണുന്ന അത് സിനിമയിൽ വന്നു. അതന്നെ സിനിമയിൽ വന്നപ്പോ പിന്നെ ആ കണി കാണുന്ന നേരം. പക്ഷെ ആദ്യം ഭഗവാൻ ഇങ്ങനെ മനസ്സിൽ കാണണം. കണ്ടു വന്നിട്ട് വേണം കണി കാണാൻ. നരകവൈരിയാമരവിന്ദാക്ഷന്റെ ചെറിയ നാളത്തെ കളികളും തിരുമൈ ശോഭയും കരുതി കൂപ്പുന്നൻ അരികിൽ അടുത്തു വാന്നും പറഞ്ഞു. അരികിൽ വാ ഉണ്ണി കണി. ഭഗവാനെ ആദ്യം വിളിക്കണം, വന്നിട്ട് വേണം. എപ്പോഴും നമുക്ക് ഭഗവാൻ ഇങ്ങനെ മുമ്പിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ ഭഗവാനെ വിളിച്ച്, ഇപ്പൊ ഗംഗയെ ഉണർത്തണ പോലെ ഭഗവാനെ വിളിച്ച് വരുത്തിയിട്ട് വേണം നമ്മൾ കാണാൻ. അപ്പൊ ഭഗവാൻ വരും. വിളിച്ചാൽ വരും. ആരെങ്കിലും അങ്ങനെയല്ലേ, വിളിക്കാത്ത ആള് വരുമോ? അത് തുടിക്കുമ്പോഴാണോ അല്ല ഈ മലിന് അതെ, അല്ല ഇതൊക്കെ ചൊല്ലാറുണ്ട്. പിന്നെ നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ നരകത്തിൽ നിന്നും കരകേറ്റിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ. തൊണ്ട ക്ലിയർ അല്ല കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ തുടിക്കാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ മലര് വറക്കാൻ രീതി ഒന്നും മാറുന്നേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഒരു സ്ഥലത്ത് വരയ്ക്കണം. പിന്നെ വേറൊരു പാട്ടുണ്ട്. അത് എൻ്റെ മുത്തശ്ശിയുടെ അച്ഛൻ ഉണ്ടാക്കിയതാണ്. ചേറ്റുപുഴ തിരുത്തി കൃഷ്ണ നമ്പൂരി എഴുതിയ ഒരു പാട്ടാണ്. ഹലാഹലാശന കാലാന്തക ജയ കൈലാസ വാസ വടക്കും നാഥ ആലസ്യം കൂടാതെ കാലത്തു ഞാൻ തിരുമൂല തറക്കിത കൈതൊഴുന്നേൻ. ഇത് തൃശ്ശൂര് വടക്കുന്നാഥനെ തൊഴണ ക്രമം ഇതാണ്. വളരെ ഇപ്പം ഞാൻ ദിവസവും കുളത്തിൽ കുളിക്കുമ്പോൾ ഇതാണ് ചൊല്ല. ദിവസവും തുടിച്ചു കുളിച്ചാൽ സുഖിച്ച് ഇരിക്കാം എന്നും പറയും. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മരണം വേണമല്ലോ, സുഖിച്ച് മരിക്കാം എന്നും പറയും. ഇത് രണ്ടും പറയാറുണ്ട്. അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് നമ്മൾ ഈറിനൊക്കെ മാറ്റി ഈറിനൊക്കെ മാറ്റാൾ കൊണ്ടുവരുമല്ലോ. ഈറിനൊക്കെ അവിടെ വയ്ക്കുകയുള്ളൂ തിരുവാതിരയോടനുബന്ധമായ ദിവസങ്ങളിൽ. പിന്നെ പിറന്നാൾ ദിവസങ്ങളിലും ഓണം ആണ്ടറുതികൾക്കും പിറന്നാൾ ദിവസങ്ങളിലും കുട്ടികളുടെ പിറന്നാളായാലും ഭർത്താവിൻ്റെ പിറന്നാളിലും നമ്മുടെ പിറന്നാളായാലും ഇതൊന്നും ഈറൻ കൊണ്ടുപോയില്ല. അതുപോലെ തന്നെയാണ് തിരുവാതിരയുടെ അനുബന്ധമായ ദിവസങ്ങളിൽ ഈറനൊക്കെ അവിടെ ഇടുള്ളൂ. കഴിഞ്ഞ് ഉച്ചയൊക്കെ കഴിഞ്ഞാൽ ഊണൊക്കെ കഴിഞ്ഞ് പതുക്കെ അതൊക്കെ പിഴിഞ്ഞെടുത്ത് കൊണ്ടുവരാം അങ്ങനെയൊക്കെ പറയും. തിരുവാതിര ഉള്ള നേരത്ത് അതും പതിവില്ല. പണ്ടൊക്കെ പെണ്ണുങ്ങളുണ്ടല്ലോ അവരൊക്കെ, പക്ഷെ അവര് എടുക്കുന്നേ പറയുള്ളൂ. അവര് താത്തി കൊടുക്കുക, കുട്ടികളാരെങ്കിലും കൊണ്ടുവരിക, അങ്ങനെയൊക്കെയാണ് കേട്ടോ പണ്ടൊക്കെ. ഇപ്പൊ അതെല്ലാം അങ്ങനെ പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവരോട് പിഴിഞ്ഞ് കൊണ്ടുവന്നിട്ടോളാൻ പറയും. ഇന്ന് പിന്നെ ശുദ്ധത്തിന്റെ പ്രശ്നമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ അവര് താത്തി കൊടുക്കും, കുട്ടികൾ പിഴിഞ്ഞെടുക്കേ അല്ലെങ്കിൽ പകുതി പിഴിഞ്ഞെടുക്കേ പിന്നെ പിഴിഞ്ഞ് അങ്ങനെയൊക്കെ അങ്ങനെ ആ കാലത്തിനനുസരിച്ച്. അപ്പം അത് കഴിഞ്ഞ് ഈറനക്കട വെച്ചിട്ട് പോരുകയാണ് ചെയ്യാൻ. ഇത് കഴിഞ്ഞ് കയറി വന്നാൽ കുളത്തിൽ ഗണപതി കളിക്കുക എന്ന് പറയും. ഗണപതി പാടി കളിക്കുക, അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അത് ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. തുടിച്ചു കുളി തൊട്ട് മലര് വറക്കണം. അപ്പം മലര് വറക്കണതിൻ്റെ കാര്യം പറഞ്ഞില്ല കേട്ടോ, അതിൻ്റെ ഇടയിൽ ചാടിപ്പോയി. മലര് വറക്കുമ്പോൾ ഈ ഇങ്ങനത്തെ ട്യൂണാണ്
ഈ തുടിക്കണത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇത് മലരി വറക്കൽ. അത് കഴിഞ്ഞിട്ട് ഈ നമസ്കാരങ്ങളൊക്കെ പതിവുള്ളൂ കേട്ടോ. വെള്ളത്തിൽ നിന്നിട്ട് തന്നെയാണല്ലോ. അപ്പം ഇത് രണ്ടും ഏറ്റവും അടുത്താണ്. തുടിച്ചു കഴിഞ്ഞാൽ മലരി വറക്കൽ. അതിൻ്റെ മലരി വറക്കുക എന്ന് പറയും, മലരി പൊരിക്കുക എന്ന് പറയും. പല ഭാഷയുണ്ട്. പിന്നെ വേറൊരു ഭാഷ ഉണ്ടൊക്കെ അറിയില്ല. അത് അതിൻ്റെ ട്യൂണ് എന്താ വെച്ചാൽ അതിന് പ്രത്യേക രാഗമൊന്നുമില്ല. അതിൽ ഓരോന്നിനും ഈ ട്യൂണാണ് പറയുക. ഇന്ന മട്ട എന്നാണല്ലോ പറയാ. പണ്ട് കൈകെട്ടുകളി പാട്ടുകൾക്കൊക്കെ അങ്ങനെ രാഗം എന്നൊരു പറയലില്ല. ഇന്ന മട്ട എന്നാണ് പറയാ. അപ്പോൾ ഈ ഹലാശന് തന്നെ ഇപ്പം മുത്തശ്ശിയുടെ അച്ഛൻ ഉണ്ടാക്കിയ പാട്ട് തന്നെ ഞാൻ ഇത് രണ്ടുമായിട്ട് ചെയ്യാറുണ്ട് ദിവസവും. ഇത് ഇങ്ങനെ അതായത് ഹലാശന കലാന്തക ദിവസം ഹലാശന കലാന്തക അങ്ങനെ പതിവുള്ളൂ. ദിവസം ചെയ്യുമ്പോൾ നമുക്ക് തുടിച്ചു പൊളിക്കുമ്പോൾ ഹലാഹലാശന കലാന്തക ജയ കൈലാസ വാസ വടക്കും നാഥ എന്നിട്ട് അലസ്യം കൂടാതെ കാലത്തു ഞാൻ തിരുമുലത്തിറക്കിതാ കൈതൊടുന്നേ. അപ്പൊ ഇതെന്താ വെച്ചാല് ഒരു വിറയുടെ തണുത്ത് വിറയ്ക്കണേന്റെ ഒരു രീതിയാണ്. അത്രേ ഉള്ളൂ. അതിന് പ്രത്യേക രീതി എന്ന് പറയാൻ എല്ലാം അങ്ങനെയാ. പച്ചക്കല്ലൊത്ത തീരുമെനിയും നിന്റെ പിച്ചക്കറികളും കാണാകേണം അങ്ങനെ. പിന്നെ അമ്പാടി തന്നീരൂരുണ്ണിക്കിടവായി അൻപോടെ കണ്ണൻ വളരും കാലം അന്നൊരു നാളുണ്ണി കണ്ണൻ പതുക്കവേ അമ്മ മടിയിൽ ചെന്നേവൻ ചൊന്നാൻ അമ്മ എനിക്കിപ്പോൾ മിഞ്ഞ നൽകണം ഇങ്ങനെ പറഞ്ഞിട്ടുള്ള തുടിച്ചിട്ട് ഇങ്ങനെ തണുത്ത് വിറച്ച അങ്ങനെ ഒരു രീതിയാണ്. അതിന് പ്രത്യേക രീതി എന്ന് പറയല്ല, തണുത്ത് വിറക്കണ രീതി അല്ല. അതിന്റെ ആ ഒരു വിറയോട് കൂടിയിട്ടുള്ള ആണല്ലോ. അതന്നെ അതിന്റെ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു രീതിയാണ്. അതന്നെ അനുവർത്തിച്ചു പോരുന്നു. അത് നമുക്ക് സുഗമമായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്പീഡ് കൂട്ടി കൊണ്ടുവരാം. പച്ചക്കല്ലൊത്ത അങ്ങനെ 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 കുറേ പാട്ടുകളുണ്ട്. ആ രീതിയിൽ പാടാൻ പറ്റുന്ന എല്ലാ പാട്ടുകളും അങ്ങനെ. പിന്നെന്താ നമസ്തേ ഭൂസുര മൗലേ എന്നിട്ട് ഇതിലുണ്ട്. എന്താ സന്താനഗോപാലം അങ്ങനൊരു പദമുണ്ട്. പിന്നെ കാണായി വരേണമേ നിന്തേരു വടിയൂടെ സാവധാനത്തിൽ അതൊക്കെയാണ്. ഗംഗ ഉണർത്തുപാട്ട് കഴിഞ്ഞാൽ പിന്നെ കണി കാണണ ഒരു ഇതൊക്കെയാണ്. നിന്തിരുവടിയുടെ പൂമൈ ഗുരുഭവനേശ രേ ജയ എന്നിട്ട് ഇതൊക്കെയാണ് അമ്മ ആദ്യം പാടാറുള്ളത്. ഭഗവാനെ കണി കാണുക എന്നുള്ളത്. അപ്പോൾ അത് വിസ്തരിച്ചിങ്ങനെ കാണായി വരേണമേ നിന്തേരു വടിയൂടെ പൂമൈ ഗുരു ഭവനേശ ഹരേ കൃഷ്ണ കനക കിരീടവും കുണ്ടലവും മൃദു ഇങ്ങനെ സാവധാനം വലിയ പാട്ടാണ്. അതുപോലെയാണ് ഞാൻ നമസ്തേ ശ്രീ സംഗമേശ കേശാധിപതി. അപ്പൊ അതും ചൊല്ലാം ഇതുപോലെ നമസ്തേ ശ്രീ. അപ്പൊ ഇവിടെ വന്ന ഭഗവാനെ എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് ഒരു പാട്ടുകളും ഇങ്ങനെ എനിക്കൊരു തോന്നൽ തോന്നി. സംഗമേശനെ കുറിച്ച് പാടണമെങ്കിൽ ഞാൻ തന്നെ എഴുതുന്നൊരു തോന്നൽ തോന്നി. അങ്ങനെ ഒരു കൊല്ലം ഉണ്ടാക്കി. നമസ്തേ ശ്രീ സംഗമേശ നമസ്തേ നമസ്തേ യജ്ഞപൂരുഷ സമസ്ത ലോക പാലക നമിക്കുന്നേൻ ഭക്തിപൂർവം. അതേപോലെ നമസ്തേ ഭൂസുര മൗലി എന്നുള്ള പോലെ അത് ആ ഒരു ഇതിൽ ആദ്യം അപ്പോൾ ഒരു സ്തുതിയായില്ല. കണി കാണുന്നു ആയിട്ട് സംവേശനെ സ്തുതിക്കണു കേശാധിപത പറഞ്ഞ. അപ്പം അതും നമ്മൾ മുന്നിൽ ഇങ്ങനെ കാണുകയാണല്ലോ. അങ്ങനെ കണ്ടും കൊണ്ട് അല്ല. പിന്നെ കണി കാണുന്ന നേരം അതും ആവാം. ഇതൊക്കെ ഭഗവാനെ കണി കാണുക, സംഗമേശ്വരെ കണി കാണുക, ഇങ്ങനത്തെ സ്തുതി പാട്ടുകളാണ്. പിന്നെ വൈക്കത്തപ്പൻ്റെ നമ്മുടെ പടിയാറും കിടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ നാമ ശിവായ ശിവശായ അതാണ് ശിവായ. അങ്ങനെ പ്രത്യേകം പാട്ടുകളൊക്കെ ഉണ്ട്. അതിങ്ങനെ എത്ര വേണമെങ്കിൽ ആളുകളുള്ളതിനനുസരിച്ച് എത്ര പാട്ടുകൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതൊക്കെ ട്യൂണ് അതിനും ഇതിനും. അപ്പം എന്താ വെച്ചാൽ ഈ തിരുവാതിര പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെ അനുഷ്ഠാന പാട്ടുകൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുക. തിരുവാതിരയ്ക്ക് ശരിക്കും പറഞ്ഞാൽ തിരുവാതിരയ്ക്ക്
ഇപ്പൊ ഈ തിരുവാതിര പാട്ട് എന്ന് പറഞ്ഞാലും അനുഷ്ഠാന പാട്ടുകളെ മറ്റേ എല്ലാ പാട്ടുകളും എല്ലാ നേരത്തും കളിക്കാം. അതെ അതെ. പിന്നെ ഈ ഓമനക്കുട്ടൻ ഇതൊക്കെ ആവാം. അതൊക്കെ കഴിഞ്ഞാൽ ഓമനക്കുട്ടൻ ഗോവിന്ദൻ ബല അങ്ങനെ ആ ഒരു വിഷമം ഇല്ലാണ്ട് ഇങ്ങനെ ഈ ഒരു താളത്തിൽ പോണ പാട്ടുകളൊക്കെ ഇതിന് തുടിച്ചുപൊളിയാവാം. ഇതിന് പറ്റുമെന്ന് എനിക്കറിയില്ല, അത് കേട്ടിട്ടില്ല അങ്ങനെ. ഇതൊക്കെ അമ്പാടി തന്നെയിലോ ഒരു ഇഷ്ടം പോലെ ഉണ്ട്. പച്ചക്കല്ലൊത്ത തീരുമേനിയും നിന്റെ പിച്ചക്കളികൾ, ഭഗവാന്റെ ലീലകൾ അനവധി പാട്ടുകളുണ്ട്. അതൊക്കെ മലര് വർക്കണം. പിന്നെ വി എ വടക്കുന്നാഥനെ സ്തുതിക്കണതാവാം. നമസ്തേ ശ്രീ സംഗമേശ അതെനിക്ക് പറ്റും തോന്നുന്നില്ല, അങ്ങനെ ചിലത് പറ്റില്ല. കുളിച്ച് കയറിയിട്ടുള്ള അപ്പൊ ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഈ മറ്റ് തർപ്പണം, പിന്നെ നമസ്കാരം, 108 എണ്ണിത്തൊടിക്കല്, ഇതെല്ലാം ഈ തുടി പിന്നെ മലര് വർക്കലും കഴിഞ്ഞിട്ടാണ്. അത് ഘട്ടമായിട്ടല്ലേ. ഈ തുടിയും മലര് വർക്കലൊക്കെ 1 മാസം മുമ്പേ തുടങ്ങും. ഇത് രണ്ടും. പിന്നെ ഈ അശ്വതി തൊട്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഇനി പണ്ടുള്ളവരെങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ വേണമെങ്കിൽ ഒരു കയറി വന്ന ഒരു സ്വയംവരറ്റ പാടി ഉണ്ടാവുന്നുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ കുടുംബ പ്രാരബ്ധങ്ങളുണ്ടല്ലോ. അപ്പൊ വേണമെങ്കിൽ ഒരു ഗണപതിയും സരസ്വതിയും ഒരു സ്വയംവരം പാടി ഓടുന്നുണ്ടാവും. അപ്പൊ അതുപോലെ അതൊക്കെ ഒരു ചടങ്ങാണ്. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ ഉണ്ടാവില്ല. കുളത്തിൽ അപ്പൊ അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. അത് 1 മാസം ചെയ്യാറുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും അത് തുടർച്ചയായിട്ട് ഉള്ളൊരു കാര്യങ്ങളാണ്. ഇതിനോട് ചേർന്നിട്ടുള്ളതായതുകൊണ്ട് അത് ഉണ്ടായിരിക്കാം. ഒരു പാട്ട്, ചെറിയൊരു പാട്ട്, ഒരു 8 വരിയുള്ള ഒരു ഗണപതി, 8 വരിയുള്ള സരസ്വതി, തൊടുതൂടെ അല്ല. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഒഴിഞ്ഞലും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറം മാറ്റി, പിന്നെന്താ മഞ്ഞൾ തൊടൽ എല്ലാം ഉണ്ടല്ലോ. ഇതൊക്കെ കഴിഞ്ഞ് നമസ്കാരം, അതായത് ഗംഗയെ ചെയ്വനെ ചെയ്യുക, അങ്ങനെ ശരിക്കില്ല. ഇതൊക്കെ കുളിച്ചിട്ടായാലും വീണ്ടും ഈ ഗംഗയെ ചെയ്വനെ ചൊല്ലും. ഇതൊന്നും ക്രമം എന്ന് പറയാനില്ല, എന്നാലും ആദ്യം നമ്മൾ ശുദ്ധീകരിക്കണം. പിന്നെ തർപ്പണം, അത് കഴിഞ്ഞാൽ പിന്നെ 108 എണ്ണിത്തുടിക്കല്. അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്ക് മഞ്ഞൾ തൊടാം, ഇതും എന്താണ് പറയാ, മറ്റേ അവണക്കൻ ഗുരു, അതും തൊടാം. ഇതൊക്കെ ക്രമമില്ല. ഇതൊക്കെ അത് കഴിഞ്ഞില്ല, ഇത് അങ്ങനെ ഏതെങ്കിലും ക്രമം അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഏതായാലും കുളിച്ച് കയറണതിന് മുമ്പാണ് ഈ മഞ്ഞളും ഇതൊക്കെ തൊടല്. അത് അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ എനിക്ക് തോന്നുന്നു അവസാനം കുളിച്ച് കയറണതിന് മുമ്പ് ആയാലും മതി. എന്ന് വെച്ചാൽ വെള്ളത്തിലത്തെ വെള്ളഴുക്കുകളോ ഇതൊക്കെ ആവുമ്പോ അതൊക്കെ പൊക്കോട്ടെ, അങ്ങനെ ആവാം വേണമെങ്കിൽ. വേണം, അതാ പറഞ്ഞേ, ശുദ്ധ അതെ മുങ്ങണം. അപ്പൊ ഇതെല്ലാം വെള്ളത്തിലുള്ള കളികളൊക്കെ കഴിഞ്ഞ്, കളിന്ന് വെച്ചാൽ കളിയും കാര്യങ്ങളൊക്കെ നമസ്കാരം എല്ലാം കഴിഞ്ഞ് വേണമെങ്കിൽ അവസാനം ആവാം എന്നൊരു ക്രമപ്പെടുത്തുമ്പോ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ആവാം. അതിനുശേഷം ഇതൊക്കെ കുറിയിട്ട് മഞ്ഞളും ഒക്കെ ഇതായിട്ട് ഇതിന്റെ പൂവാനൊക്കെ ആയിരിക്കാം ഒന്നും കൂടി മുങ്ങി കയറുക. ഈ മുങ്ങി കയറിയാലും നമ്മള് സ്വയംവരങ്ങള് ചൊല്ലാനുള്ള ഇതുണ്ടല്ലോ, മിണ്ടരുതെന്ന് പറയാം. മിണ്ടരുത് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയരുതെന്ന്. ചൊല്ലാനുള്ള സ്വയംവരം കൊച്ചു പാർവതി തന്നെ വിവാഹം ചെയ്യുവാൻ പഞ്ചശരാരി തുനിഞ്ഞ ശേഷം സിദ്ധവിദ്യാധരചാരണന്മാർ എവരും അങ്ങനെ വെറുതെന്നിങ്ങനെ ചൊല്ലാലോ. അങ്ങനെ സ്വയംവരങ്ങൾ ഇതൊക്കെ ശുദ്ധാണ് നേരത്തെ. അല്ലാണ്ട് ഈ അടിയിൽ ഉടുക്കാണ്ടേ അല്ല, ഉടുത്തിട്ട് തന്നെയാണ് മുങ്ങിക്കയറാൻ. ശുദ്ധിയോടുകൂടി ഉടുത്തിട്ട് തന്നെയാണ് ശുദ്ധാവുള്ളൂ. അങ്ങനെയാണ്. ഇപ്പൊ അത് ധരിച്ചിട്ടില്ല, ആരും ധരിച്ചിട്ടില്ല. അങ്ങനെ അറിയില്ല. പക്ഷെ അത് പല അപകടങ്ങൾക്കും വഴിതെളിക്കും. ശരിക്ക് നല്ല ബന്ദോബസ്താക്കിയിട്ട് വേണം എന്നാണ്. അല്ലെങ്കിൽ ഇഴജന്തുക്കളും പല ഇതുകളും ഉണ്ടാവില്ലേ. അപ്പൊ അതൊക്കെ ഉടുത്തിട്ട് തന്നെയാണ് നമ്മളിതൊക്കെ നമസ്കാരം ഇതൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ശുദ്ധിയാണെന്ന് പറയാം. അതോടുകൂടി അപ്പോൾ വളരെ ശുദ്ധമാണ് നമ്മൾ. എന്നിട്ട് ചൊല്ലാനുള്ള ഇത് മുഴുവൻ നമുക്ക് ചൊല്ലാം. സ്വയംവരപ്പാട്ടുകളാവാം, മന്ത്രങ്ങളാവാം, എല്ലാം എന്തൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചൊല്ലണോ. അമ്മയൊക്കെ സ്വയംവര പാർവതി മന്ത്രമാല സ്തോത്രം എന്ന് വെച്ചാൽ സ്വയംവര മന്ത്രം ഉണ്ടല്ലോ, സ്വയംവര മന്ത്രം. ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വര്യോ ഗഭംഗരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയ മമോവശം ആകർഷയ സ്വഹായ പുഷ്പാഞ്ജലി. അത് നമ്മുടെ ഈ മൂലമന്ത്രം ചൊല്ലാറില്ല എന്ന് പറയും. ഇപ്പൊ ഈ ചൊല്ലിയത് പക്ഷേ ഇത് സ്ത്രീകൾക്ക് ചൊല്ലാത്തേ. ഹ്രീം മന്ധരാണി ചരണാഗ്രഹതി പ്രഭാതേഷു അമ്മഞ്ജു സംഗണിത കങ്കണകിങ്കിണി കാമം കോയത്തവതാശിവേ സ്മരാമി ക്ഷേമങ്കരാണി ജനകാലേഖേലരാണി ഹ്രീം യോഗിനി യോഗേശ്വരി യോഗം. 47 ശ്ലോകങ്ങളുണ്ട്.
ഈ മന്ത്രങ്ങള് നമ്മള് സ്വയംവര പുഷ്പാഞ്ജലിക്ക് ചീട്ടാക്കുക എന്നല്ലാതെ ഇതൊക്കെ നമുക്ക് ചൊല്ലാവുന്നതാണ്. പിന്നെ സ്വയംവരം പാട്ടുകളൊക്കെ പാടാൻ ഏറ്റവും നല്ല സമയം 2:30 കഴിഞ്ഞിട്ട് 5:30, 6 മണി വരെയുള്ള സന്ധ്യയ്ക്ക് മുമ്പുള്ള സമയം പാർവതി യാമാണ്. അപ്പോൾ 3 മണി മുതൽ 9 മണി വരെ സരസ്വതി യാമം. ഇത് കഴിഞ്ഞാൽ ജ്യേഷ്ഠ ഭഗവതിയുടെ യാമാണ്. അങ്ങനെ എല്ലാം ഇറം മാറി ഇത് കഴിഞ്ഞ് കുളത്തിൽ ഗണപതി കളിക്കുക എന്ന് പറയും. ഗണപതി, സരസ്വതി, പിന്നെ സ്വയംവരങ്ങൾ പാടിക്കളിക്കുക. വേറെ ഒന്നും അങ്ങനെ പതിവില്ല. അപ്പോൾ തൂടെ ഒരൊറ്റ സ്റ്റെപ്പായിട്ട് കളിക്കാം. കുളത്തിൻ്റെ സൗകര്യം അനുസരിച്ച് വലിയ സ്ഥലമാണ് കുളപ്പര എന്ന് വെച്ചാൽ വട്ടത്തിൽ നിൽക്കാം, അല്ലെങ്കിൽ നിരന്ന് ഉള്ള സ്ഥലത്ത് മുൻപിൽ ഇങ്ങനെ വരിയായിട്ട് 4-5 ആൾ അങ്ങനെ വെച്ചിട്ട് ഒറ്റ സ്റ്റെപ്പാണ്. തൂടെ നല്ല കദളിപ്പഴം തുമ്പിക്കൈ തന്നിൽ നിരത്തി വെച്ച് ഇത് കൃത്യമായിട്ട്. അപ്പൊ ഇതൊരൊറ്റ സ്റ്റെപ്പിലാണ്. വേറെ വെറൈറ്റി എന്ന് വെച്ചാൽ കുളി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തേവാറുണ്ട്, എന്തെല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇവരതൊക്കെ ചിട്ടപ്പെടുത്തിയത്. തൂടെ നല്ല. അപ്പൊ അതുപോലെ തന്നെ കൈ വെക്കുമ്പോ കാലും വെക്കും, ചവിട്ടി ഒരു വലത്തെ കാലും മുമ്പിലേക്ക് വെക്കും, ഇടത്തെ കാലും മുമ്പിലേക്ക് വെക്കും. തൂടെ നല്ല കദളിപ്പഴം തുമ്പിക്കൈ തന്നിൽ നിരത്തി വെച്ച തെരുതേരെ വാരി അമൃതു ചെയ്ത തിരുവാഴ പിള്ളി ഗണപതിയെ ഞാനിതാ ശ്രീപാദം കൈതൊഴുന്നേൻ. പിന്നെ വെളുവേളേ നേനി വെളുത്ത വെള്ളം പളുങ്കു ധരിപ്പോളെ, വെള്ളം ധരിപ്പോളെ, വെൺചന്ദനം കൊണ്ട് പൂശുന്നോളെ, എൻ്റെ സരസ്വതം രാട്ടി ഞാനിതാ ശ്രീപാദം. അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ പറയാം. അങ്ങനെ ആ ഗണപതി സരസ്വതി, പിന്നെ ശ്രീരാമൻ താൻ, അങ്ങനെ പാർവതി സ്വയംവര, രുക്മിണി സ്വയംവര, കൊച്ചു സ്വയംവരങ്ങൾ എല്ലാവർക്കും ഉണ്ട് ചുമ. അങ്ങനെ ഏത് സ്വയംവരമുള്ള കൊച്ചു സ്വയംവരം ഒന്നെങ്കിലും പാടുക, എന്നിട്ട് ഒരു വായ്ക്കുറവ് ഇടുക, കളിക്കുക. അല്ല, തിരുവാതിരയാകുമ്പോൾ 1-2 സ്വയംവരങ്ങളൊക്കെ ആവും കേട്ടോ, പിശുക്കണമെന്നില്ല. നേരത്തെ നമ്മൾ കുളിക്കാൻ പോകുമല്ലോ. അപ്പോൾ ദിവസവും ഒരു മാസമൊക്കെ അല്ലെങ്കിൽ 5-6 ദിവസം 6-7 ദിവസം എന്നൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു സ്വയംവര മന്ത്രം പാട്ട് പാടിയാലും മതി. തിരുവാതിരയ്ക്ക് ആകുമ്പോൾ ഒരു പാർവതിയുടെ ആവാം, ഒരു രുക്മിണിയുടെ ആവാം, ഒരു സീതയുടെ ആവാം. അങ്ങനെ ആരുടെയൊക്കെ ഉണ്ടാവും നമുക്ക് കയ്യിൽ കിട്ടിയൊക്കെ എല്ലാം കുറേശ്ശെ 5 സ്വയംവരം വേണമെങ്കിൽ അങ്ങനെ ചൊല്ലാം. നമുക്ക് സമയത്തിനനുസരിച്ച് എത്ര വേണമെങ്കിൽ പാടാം. പിന്നെ മംഗളം പാടലില്ല. പിന്നെ ഊഞ്ഞാലാടലാണ്. ഇതൊക്കെയാണ് ചടങ്ങ്. കുളത്തുനിന്ന് പോണ വഴിക്ക് തന്നെ ഊഞ്ഞാലാടുക. ഒന്നേ 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 ഓമനായി വളർന്നാനുണ്ടി. പിന്നെ 10 അവതാരത്തിൻ്റെ പാട്ടുണ്ട് ഭഗവാന്റെ, അങ്ങനെയുള്ളത് പാടാം. അങ്ങനെയുള്ള പാട്ടുകൾ പാടി ഊഞ്ഞാലാട്ടം, ഊഞ്ഞാൽപ്പാട്ടുകളുണ്ട്, അത് പാടി ഊഞ്ഞാലാടാം. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അമ്പലത്തിൽ തൊഴിലും തേവാരങ്ങളും അതൊക്കെയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ എട്ടങ്ങാടിയുടെയാണ്. എട്ടങ്ങാടി അല്ല, തിരുവാതിരയോട് അനുബന്ധം. എട്ടങ്ങാടി നിവേദിക്കുമ്പോൾ എട്ടങ്ങാടിയുടെ ആ ഒരു ഇതുണ്ടല്ലോ, എട്ടങ്ങാടി ദിവസം അണിഞ്ഞ് അമ്മിക്കുഴയൊക്കെ വെച്ച് അമ്മിക്കുഴയൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ. അപ്പോൾ തുടിച്ചുപൊളിപ്പാട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഭാഗത്തേക്ക് ചുട്ടിട്ട് കഴിക്കണോ, അല്ലാതെ ശർക്കര പാവ് കാച്ചി ചുടുകയും ചെയ്യും. ചുട്ടതും ഇതിൽ ചേർക്കും. ഇപ്പോൾ പുത്തൻ തിരുവാതിരക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചുടിപ്പിക്കും. അങ്ങനെ അത് ഈ കടലിലാണ്. അതെ അതെ. അത് ഈ ഇതില്ലേ എട്ടങ്ങാടിക്ക് ചകിരിയൊക്കെ വെച്ച് ഉമിയൊക്കെ ഇട്ടിട്ടാണ്. അങ്ങനെ ആ എന്താ പറയാ, ഇതിൽ തന്നെയാണ്, മുറ്റത്തന്നെ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. അവിടെയാണ് ചിലരടുപ്പിലെന്നൊക്കെ പറയണ്ട, എങ്ങനെയാലും കണ്ടില്ല എന്നറിയില്ല. എന്നിട്ട് അങ്ങനെയാണ് ചൂടാറുള്ളത്. എന്നിട്ട് പിന്നെ ഇത് വേവിക്കും. ഇപ്പൊക്കെ കുക്കറിൽ വേവിക്കലും ഇതൊക്കെ അതിൽ ഈ ചുട്ടത് കുറച്ച് അതിലേക്കിടും, പേരിന് ചുടുക എന്നുള്ളത്. അതിപ്പോ ചിലപ്പോ വേവില്ല. അതെ, ഉള്ളു വേവില്ല. പക്ഷെ കണലിലിട്ട് ചുടുമ്പോ നന്നായി വേവും. അപ്പൊ കണലാക്കിയിട്ട് കണലിട്ട് ചുട്ടാ മതി. അത് കരിയും. അതെ അതെ. എന്നിട്ട് പിന്നെ എന്താ പറയാ,
എന്നിട്ട് പിന്നെ കുക്കറിൽ ഇത് വേവിച്ച് ഇതും കൂടി അതിലേക്ക് ചേർത്ത് ശർക്കരയൊക്കെ ഇതാക്കി ആ വേവിച്ച് കഷ്ണങ്ങളൊക്കെ നുറുക്കി വേവിച്ച് എല്ലാം കൂടി ശർക്കര പനി ഇതാക്കി അതിലേക്ക് ഇടുക. നാളികേരം ഇടുക. നാളികേര കൊത്തായിട്ടോ ചെറിയ എങ്ങനെ വേണമെങ്കിൽ ഇടാം. അങ്ങനെ എള്ള് അതൊക്കെ വറുത്തിടും. പയറ് അതൊക്കെ വറുത്തിടും. അങ്ങനെയൊക്കെയാണ് എട്ടങ്ങാടി. അത് പിന്നെ നമ്മളെ ഒരുവിധം ഇതന്നെയാണ്. അപ്പോൾ ആ ചുട്ടിട്ടുള്ളത് ഒക്കെ വായ്ക്കുറവ് ഇട്ടിട്ടും സ്വയംവരപ്പാട്ടുകൾ പാടെ ചുടുന്ന നേരത്തും വായ്ക്കുറവ് ഇടുക. അതൊക്കെ ചടങ്ങായിട്ടുണ്ട്. പിന്നെ തൊടിച്ചുകുളിപ്പാട്ട്, ഗംഗയെ ഉണർത്തുപാട്ട്, ഉണരുണരു ഗംഗയെ ഉണർത്തുപാട്ട്, ഒന്നാം ശ്രീ പാൽക്കടലിൽ നിന്നുള്ളത് വരികയുണ്ണി ഗണപതിയെ നരനായിങ്ങനെ, വൈദ്യം അരവിന്ദാക്ഷന്റെ ഹാലാഹലാസൻ. അതൊക്കെയാണ്. മലര് വർക്കില് ശ്രീ ഭഗവതി ചിരുതേന്നോ, ശ്രീ ഭഗവതി ചിരുതേന്നോ, അവന് കരിമുകിൽ വന്നണ്ടേ തുരുടൽ എന്നൂടെ കടലിൽ വന്നു എന്നൊക്കെ ഓർമ്മയില്ല. പിന്നെ പച്ചക്കല്ലൊത്ത തീരുമേനിയും നിന്റെ പിച്ചക്കളികളും ഗണഗണം. ആ ഒരു ട്യൂണിൽ വരണം. അഞ്ജന ശ്രീധര ചരുമൂർത്തി കൃഷ്ണ അഞ്ജലി കൂപ്പി വേണങ്ങിടുന്നേ ആനന്ദ അലങ്കാര. പിന്നെ അമ്പാടി തന്നീലോ ഒരു ഉണ്ണിക്കീട. ഇങ്ങനെ അതൊന്ന് ഇങ്ങനെ വെച്ചു എന്ന് മാത്രം. പിന്നെന്താ, ഞാൻ പാട്ടിൻ്റെ ഒരു ഇത് പിന്നെ ഊഞ്ഞാൽപ്പാട്ട്. ഒന്നേ ഒന്നേ പോൽ ഒന്നേ പോൽ ഒറ്റയ്ക്കു വഞ്ചി വലിച്ചു നാമം. അത് അങ്ങനെ അങ്ങനെയുണ്ട് പാട്ട്. വഞ്ചി എന്ന് വെച്ചാല് ഇതുണ്ട്, മത്സ്യമായിട്ട് പൊക്കി എന്നുള്ളതൊക്കെ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. ഒന്നേ ഒന്നേ പോൽ 9-ാം നാൾ തിരുവാതിര. അങ്ങനെ 2 പോൽ അങ്ങനെ അതുണ്ട്. പിന്നെ പൂ പറിക്കാൻ പോകുന്നത്. അത് ഊഞ്ഞാൽപ്പാട്ട് 2-3 എക്സാമ്പിൾ എഴുതിയെന്ന് മാത്രം. ഇപ്പൊ ഇനിയിപ്പോ ക്ലാസ് എടുക്കുമ്പോഴും ഒക്കെ വേണ്ടേ. പൂ പറിക്കാൻ പോകുമ്പോ ചെറു കൊട്ടാരത്തിലെ താലിപ്പെണ്ണോട് പൂ ഇരന്നു എന്നൊക്കെയാണ്. ഞാൻ പൂ ചോദിച്ചു. ഇരക്കണ്ട കാര്യമില്ലേ, തിരുവാതിര ദിവസമായിട്ട് ഇരക്കാൻ പോണ്ടല്ലോ. ഞാൻ വാക്കൊന്ന് മാറ്റി. അതിനകത്ത് ഒന്നല്ലോ പുത്തലിഞ്ഞി പൂ പറിക്കാൻ പോരും അതുണ്ട്. ഉണ്ട് അതൊക്കെ ഉണ്ട്. അതൊക്കെ പ്രധാനമായിട്ടുള്ള മറ്റോ. ഞാൻ പിന്നെ ഒന്ന് മുമ്പിൽ പൂത്തുലഞ്ഞു പൂമലരി വരിയെടുക്കടി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടാണ്. പിന്നെ ഒന്നാകും ചെറുകറുകെ. ഇത് ഞാൻ ദശപുഷ്പം. ഒന്നാകും ചെറുകറുകെ നീയും പാതിര പൂവു ചിരിക്കുന്ന കണ്ടോ, പാടിക്കളിച്ചൊരു ഗാതം നടന്നാൽ പാതിരപ്പൂ. ഞാൻ ഉണ്ടാക്കി കരുതിയാണ്, കേട്ടിട്ടില്ല. പാതിരപ്പൂ ചിരിക്കുന്ന കാണാം, രണ്ടാകും ചെറു കറുകല്ല കറുക ചെറുള. രണ്ടാകുന്ന ചെറുളെ നീയും പാതിരപ്പൂ ചിരിക്കുന്ന കണ്ടോ, പാടിക്കളിച്ചിരുകാതം നടന്നാൽ പാതിരപ്പൂ. ഓരോ ദശപുഷ്പങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ്. പിന്നെ വിഷുക്രാന്തി. മൂന്നാകും വിഷുക്രാന്തി നീയും ഓരോ ഇത് സാധനം. ഒന്നാകും കറുകേ നീയും പാതിരപ്പൂ ചിരിച്ചു കണ്ടോ, അണിമംഗലത്തൂ മണിക്കിണറികത്തണയായി പൂത്തു നിൽക്കുന്നു. കളിച്ചൊരു കാലം നടന്നാൽ പാതിരപ്പൂ ചിരിച്ചു കാണാം, നമ്മൾ പാതിരപ്പൂ ചിരിച്ചു കാണാം. രണ്ടാകുന്ന ചെറുളേ നീയും പാതിരപ്പൂ ചിരിച്ചു കണ്ടോ, പുത്തിലത്തുണ്ടേ വരിയായി നട്ടു നനച്ചും കളികളും ഒത്തു നിരന്നേ. അങ്ങനെ പ്രാസപ്പിച്ച് ഒരു പിന്നെ പൂ കൊണ്ടുവരുമ്പോൾ പടർന്നത് വഞ്ചിപ്പാട്ടാണ് സാധാരണ. അമ്പിളിത്തല്ലണിന്ന് വ്യാസോൽപ്പത്തി 52 ഇരടികളുണ്ട്. അത് ചൊല്ലിയാൽ തന്നെ ഒരു വിധം എത്തും, ഒരു വിധം. പിന്നെ ശിഷ്ടനായ നാരായണ ഭട്ടപദ പ്രിയദേവ എന്നിട്ട് നടുവം കൃതിയാണ്. പിന്നെ മറ്റു വഞ്ചിപ്പാട്ടുകളും. ഇപ്പൊ രാമായണ വഞ്ചിപ്പാട്ടുകൾ ഇഷ്ടം പോലെ അല്ല, അങ്ങനെയല്ല, കുറെ വഞ്ചിപ്പാട്ടുകളുണ്ട്. അപ്പൊ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടെണ്ണം. കീർത്തിയേറും സംഗമേശ ക്ഷേത്രം തന്നെ വിളങ്ങിയിടും മിത്രവംശജാത രാമഭദ്ര സോദര പ്രീത്യ പുണ്യതീരെ പാർത്തിയിടും ഭരതസ്വാമി ആത്തമോദാൽ അടിയനെ കാത്തരുളേനെ പാട്ട്. അപ്പം അത് ഇതൊക്കെ വഞ്ചിപ്പാട്ടുണ്ട്, എല്ലാം പാടാം. ഇനി കൊച്ചു കൊച്ചു പാട്ടുകൾ ഇത് കുറച്ച് പാടിയിട്ട് അങ്ങനെ ഏറ്റുപാടിക്കൊൾവിൻ താളം കോട്ടം കൂടാതെ എന്ന് പറഞ്ഞിട്ട് നിർത്താം. എന്നിട്ട് കൊച്ചു കൊച്ചു സ്വയംവരം അല്ല
വഞ്ചിപ്പാട്ടുകൾ പാടണമെങ്കിൽ സ്തുതികളായിട്ടുള്ളതും ഉണ്ടല്ലോ. ഇത് ശിഷ്ടനായ നാരായണ ഭട്ടപാദ പ്രിയ ദൈവ കഷ്ടകാലം ഒഴിച്ചെന്നെ കടാക്ഷിക്കാണ് ആയിട്ടുള്ള ഒരു അത് നടുവം കൃതിയാണ്. ഇങ്ങനെയുള്ള പലതരം സംഗമേശ്വരൻ്റെ പാട്ട് പാടാം. വഞ്ചിപ്പാട്ടുകൾ ഏത് വേണമെങ്കിൽ എടുക്കാം. പിന്നെ എട്ടങ്ങാടി നേദിച്ചു കഴിഞ്ഞാൽ പിന്നെ എട്ടങ്ങാടിയുടെ ആണല്ലോ നമ്മൾ പറഞ്ഞത്. അത് ചെങ്കനൽ കണ്ണനൊരാനയായി കുന്നിൻ മകളു പിടിയുമായി. അത് അങ്ങനെ ചെങ്കനൽ കണ്ണനോരാനയായി കുന്നിൻ മകളു പീടിയുമായി. എടപ്പള്ളി ഗണപതിക്ക് എട്ടങ്ങാടി നേദിച്ച് ഉണ്ടാക്കി നേദിക്കണ ക്രമമാണ്. അറിയാൻ ഞാൻ പാടാറുണ്ട്. ഈ പാട്ട് എടപ്പള്ളി ഗണപതിയെ സ്തുതിച്ചുള്ള പാട്ടാണ്. അപ്പം ഇത് തന്നെ പാടിയാൽ മതി, ധാരാളമാണ്, വലിയ പാട്ടാണ്. എട്ടങ്ങാടി നിവേദിച്ചു കഴിഞ്ഞാൽ ഗണപതി പാടി കളിക്കുന്നത് എട്ടങ്ങാടി നിവേദ്യത്തിന്റെ വർണ്ണനയാണതിൽ. അത് കഴിഞ്ഞ് അങ്ങനെയാണത്. അതിലെ എട്ടങ്ങാടി ഉണ്ടാക്കലും അതൊക്കെയാണ് എൻ്റെ കയ്യിൽ ഉണ്ടാ പാട്ട്. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് അല്ലേ, സമയം കുറേ ആയി. അപ്പം അങ്ങനെ എട്ടങ്ങാടി. പിന്നെ കുളത്തിൽ ഗണപതി, തൊടുതൊടു നല്ല കതിലെപ്പഴം, ഇങ്ങനെയുള്ള ചെറിയ ഗണപതികൾ പാടാം. വെളുവളെ മേനി വെളുത്തവളെ, പിന്നെ പാർവതി സ്വയംവരം, വിവാഹം ചെയ്യുവാൻ, അങ്ങനെയുള്ള കുറെ കൊച്ചു കൊച്ചു പാട്ടുകളുണ്ട്. അത് ചൊല്ലാം. അങ്ങനെ ഇഷ്ടംപോലെ സ്വയംവര പാട്ടുകൾ. പിന്നെ എട്ടങ്ങാടി നേദിച്ച് കഴിഞ്ഞിട്ട് നമ്മള് അഷ്ടമംഗൽ അല്ല, ഇത് വാൽക്കണ്ണാടി പിടിച്ച് ഇങ്ങനെ വിളക്കിനെ 3 പ്രാവശ്യം ഇങ്ങനെ ആക്കി നമ്മുടെ ഇവിടെ പിന്നക്കാല്, പിന്നെ വിളക്കിന്റെ തല. ഓരോ ദിക്കിലത്തെ പ്രത്യേകത. ചില ദിക്കിലുണ്ടാവും അങ്ങനെയുള്ളൂ. നേദിക്കുക സാധാരണ ഇളനീര് അതൊക്കെ ഉണ്ട്. ഇളനീര്, പഴം, പിന്നെ പൂവ. മംഗല്യശ്രീകളും പ്രത്യേകിച്ച് പുത്തൻ തിരുവാതിരക്കാരും ഇതിപ്പോ നേദിക്കുക, കുട്ടികളെ കൊണ്ട് നേദിപ്പിക്കുക, അങ്ങനെ ചെയ്യും. പിന്നെ എല്ലാവർക്കും കൊടുക്കുക. ഇത്രയൊക്കെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഇല്ല. നേദിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഗണപതിക്ക് ആദ്യം തിരുവാതിര തുടങ്ങണതിന് മുമ്പ് തന്നെ, എട്ടങ്ങാടിക്ക് മുമ്പ് തന്നെ വേണമെങ്കിൽ, അല്ലെങ്കിൽ എട്ടങ്ങാടി കഴിഞ്ഞിട്ട്. അതിപ്പോ ആ ഒരു എട്ടങ്ങാടി എപ്പോഴാ, ഇതിപ്പോ എട്ടങ്ങാടി കഴിഞ്ഞ തിരുവാതിര തുടങ്ങി കഴിഞ്ഞ 8-8-5 ഇക്കൊല്ലം. അപ്പൊ രാവിലെ തന്നെ തേവാരത്തിനോടൊപ്പം നേദിപ്പിക്കും. അതാ നല്ലത്. അപ്പൊ 108 വെറ്റിലും എക്സ്ട്രാ കുറച്ചിപ്പോ ഈ എട്ടങ്ങാടി നേദിച്ച് കഴിഞ്ഞാലും അപ്പൊ തിരുവാതിര തുടങ്ങിയിട്ടില്ല. വേണമെങ്കിൽ 10-12 അതിനൊക്കെ കൂടി ഒരു എക്സ്ട്രാ 12 വെറ്റിലും കൂടി നിവേദിപ്പിക്കാം. അപ്പോൾ തേവാരില്ലാത്തടത്താണെങ്കിൽ ശിവന്റെ അമ്പലമോ ഭഗവതിയുടെ ശ്രീ പാർവതി, ശിവൻ ശ്രീ പാർവതി, ദുർഗ ആരായാലും ഏതെങ്കിലും അമ്പലത്തിലായാലും, മക്കളുടെ അമ്പലമായാലും വേണ്ടില്ല, അയ്യപ്പൻ്റെയോ ഏത് അമ്പലമായാലും. ശിവൻ്റെ ഉണ്ടെങ്കിൽ വിശേഷം അതാണ്, ഭഗവതിയുടെ ആണെങ്കിലും വിരോധമില്ല. അങ്ങനെയുള്ള അമ്പലങ്ങളിൽ നിവേദിച്ച്, തേവാരില്ലാത്തടത്താണെങ്കിൽ, തേവാരുള്ള കുടുംബങ്ങളാണെങ്കിൽ അവിടെ തന്നെ ഓരോരുത്തർക്കും ഉള്ളത് ഓരോ നാക്കിലയിൽ വെച്ചിട്ട് അങ്ങനെ. അപ്പോൾ നമ്മൾ ഇളനീരും പഴവും പിന്നെ അടയ്ക്ക ഇതില്ലേ മറ്റേ കളിയടയ്ക്ക നിവേദിക്കും. ഇലയിൽ തന്നെ കുറച്ചിട്ടിട്ട് അത് നിവേദിക്കും. അങ്ങനെയാണ്. എന്നിട്ട് ഓരോരുത്തരും ആ പൊതി 3 ഞങ്ങള് അങ്ങനെ തുപ്പാറില്ല. 108 അത് കൊച്ചു കൊച്ചു വെറ്റിലേണ്ടേ. അപ്പൊ അത് പലയിടത്തും ചവച്ച് തുപ്പലാണ് കേട്ടിട്ടുള്ളത്. ഞങ്ങൾ 108 വെറ്റില പിന്നെ 108 വെറ്റില മുറുക്കണേന് മറ്റൊന്നുണ്ട്, രുചി ഇല്ലാണ്ടാവും. പിന്നെ കണ്ഠശുദ്ധി വരും, പാടാൻ പറ്റും. നാവൊക്കെ കുറച്ചൊരു മരം പോലെ ഇരിക്കുമെങ്കിലും അതിന് വെളിച്ചെണ്ണയൊക്കെ പറ്റിയാൽ മതി. അപ്പോൾ ഇത്രയും മണിക്കൂറുകൾ പാടാനും ഒക്കെ ഉള്ളൊരു ശക്തി ഉണ്ടാവണം. അപ്പോൾ ഇത് കണ്ഠശുദ്ധിക്ക് നല്ലതാണ്. പിന്നെ അന്ന് ഭക്ഷണം ഉപേക്ഷിക്കണം എന്നുള്ളതാണല്ലോ. പകലൂണ് കഴിക്കലാണ് സാധാരണ. അപ്പോൾ എട്ടങ്ങാടി ഉള്ളതുകൊണ്ട് എട്ടങ്ങാടിയുടെ സന്ധ്യയ്ക്ക് മുമ്പ് വേണമെങ്കിൽ കഴിക്കാം. പിന്നെ നമ്മൾ തിരുവാതിര കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളനീര് വെള്ളം മാത്രമേ കുടിക്കുള്ളൂ എന്നാ പറയാ. അങ്ങനെയാണ്. അല്ല, അപ്പൊ നമുക്ക് ആ പുഴുക്കൊക്കെ ഉണ്ടാക്കില്ലേ? പുഴുക്കും അതൊക്കെ ഉച്ചക്കാണ്. എട്ടങ്ങാടി അന്നും കുറുക്കലും ഇതൊക്കെ ആ സന്ധ്യ നേരത്ത് കഴിക്കില്ല. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ തിരുവാതിര പിറ്റേ ദിവസം കുളിച്ച് തിരുവാതിരക്ക് തുടിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ചെന്നിട്ട് എന്നിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ എന്നാ പറയാ. ഇക്കൊല്ലം അങ്ങനെയാണ്. 8-5 തിരുവാതിര. അപ്പൊ ആ നേദിച്ച വീട്ടിലേക്ക് രാവിലെ തന്നെ നേദിച്ച് വെക്കണം. എന്നിട്ട് 8 മണിയാകുമ്പോൾ
8 മണിക്ക് മുമ്പായിട്ട് 7:50 ഒക്കെ ആകുമ്പോഴേക്കും എട്ടങ്ങാടിയൊക്കെ കഴിഞ്ഞ് സന്ധ്യക്കാണ് എട്ടങ്ങാടി നിവേദ്യം കഴിക്കുക, അതൊക്കെ കഴിക്കാം. അത് കഴിഞ്ഞ് ഭക്ഷണവും അതിന് ആ എട്ടങ്ങാടിക്ക് മുമ്പായിട്ട് സന്ധ്യയ്ക്ക് മുമ്പ് ഭക്ഷണവും കഴിക്കാം, രാത്രി ഭക്ഷണമൊക്കെ കഴിക്കാം. അങ്ങനെയാണ് പണ്ടത്തെ ചിട്ട. ഇപ്പൊ സന്ധ്യ കഴിഞ്ഞ് രാത്രിയൊക്കെ കഴിക്കണവരൊക്കെ ഉണ്ട്. തിരുവാതിര തുടങ്ങിയാൽ പിന്നെ കഴിക്കില്ല എന്ന് പറയാം. കഴിക്കണത് ഇളനീര് വെള്ളം മാത്രം, അതാണ് കഴിക്കുക. അത് ഒരു ഗ്ലൂക്കോസാണ്, ഗ്ലൂക്കോസിന്റെ ശക്തി തരും. എന്നിട്ട് പിന്നെ നമ്മൾ കളിക്കണ നേരത്തൊക്കെ ഇക്കൊല്ലം അങ്ങനെയാണല്ലോ, എട്ടങ്ങാടി നേരിച്ച് കഴിഞ്ഞാൽ പിന്നെ 8:05 തിരുവാതിര തുടങ്ങും. എല്ലാവരും മൂന്നും കൂട്ടണം, ഉറക്കൊഴിക്കലും ഒന്നിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊടിച്ചുകുളി, എല്ലാവരും ചേർന്നുള്ള തൊടിച്ചുകുളി. അതൊക്കെ കഴിഞ്ഞ് പാട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഊഞ്ഞാലാട്ടും എല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ പോക്കോ തേവാരങ്ങളോ എല്ലാം കഴിഞ്ഞാൽ നമുക്ക് പൂമേക്കാഴി ഇടാന്ന് പറയും, നേദിക്കല്. ഇതൊക്കെ ഇളനീരും പഴവും ഇതൊക്കെ വീണ്ടും തലേദിവസം നേദിച്ചുണ്ട്. പിന്നെ ഇവിടെ നേദിക്കും. തിരുവാതിര ഉള്ളപ്പോൾ ഈ പൂക്കളൊക്കെ രാത്രി ചൂടില്ലേ, അതുപോലെ കുറച്ച് അതിരപ്പൂവും ഇതൊക്കെ ശിവനും ശ്രീപാർവതിക്കും പീഠത്തിലേക്കും ചാർത്താറുണ്ട്. അങ്ങനെ ആ ചാർത്തലും പൂമേക്കാഴി ഇടുക എന്ന് പറയും, അങ്ങനെ ഒരു സംഗതിയുണ്ട്. അതും ഇതൊക്കെ മംഗല്യത്തിന് നല്ലതാണ്. ചെപ്പ് കമിഴ്ത്തുക, ഒരു പെരപ്പുറത്തേക്ക് ഇങ്ങനെ ഇടുക, വൽക്കണ്ണാടി പിടിച്ചിട്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു സംഗതി ഉണ്ട്. പെട്ടെന്ന് നമസ്കരിക്കുക. അത് നമസ്കരിക്കുക, അതെ അതന്നെ. അത് ഈ അടയ്ക്കാമണിയനല്ലേ. അങ്ങനെ ഓരോ തിരിയും വെച്ചിട്ട് ഇത് ചെപ്പ് ഒഴിക്കുക എന്ന് പറയാം, ചെപ്പ് ഒഴിക്കുക എന്ന് പറയാം, തിരി പിടിച്ചിട്ട്. അങ്ങനെയൊക്കെയാണ് അതൊക്കെ ചെയ്ത്, അതൊക്കെ ഒക്കെ മംഗല്യത്തിൻ്റെ സങ്കല്പമാണെന്ന് പറയാം. പിന്നെ ഇതൊക്കെ നേദിക്കലും ഇതെല്ലാം കഴിഞ്ഞാൽ തീർത്ഥമൊക്കെ സേവിച്ച് ഇതൊക്കെ കഴിഞ്ഞ് ഇളനീരും ഇതൊക്കെ തീർത്ഥത്തിൻ്റെ സങ്കല്പം തന്നെയാണ്. ഇതൊക്കെ കഴിച്ചാൽ പിന്നെ നമുക്ക് ഇതൊക്കെ രാവിലത്തെ ഭക്ഷണം എന്താ വെച്ചാൽ കഴിക്കാം. ഉച്ചയ്ക്ക് സദ്യ, പപ്പടത്തോടു കൂടി ഉപ്പേരി, പപ്പടം. ഭഗവാന്റെ പിറന്നാളല്ലേ, അപ്പോൾ ഇപ്പോൾ 3-ആം തീയതിയാണ് പിറന്നാൾ ദിവസം. അപ്പോൾ സദ്യയോട് കൂടി തന്നെ പപ്പടം, ഉപ്പേരി, കാളൻ, പുഴുക്ക്, എലിശ്ശേരി, അങ്ങനത്തെ ഒന്നും സാധാരണ പതിവില്ല. പുഴുക്ക് എന്ന് പറഞ്ഞാൽ പുഴുക്കും പിന്നെ കാളനും, ഇതാണ് സാധാരണ പതിവ്. അതല്ല കുറേ സദ്യവട്ടങ്ങളൊന്നുമില്ല. അപ്പോൾ 2 കൂട്ടം കാളൻ മസ്റ്റാണ്. എന്നുവെച്ചാൽ കാളൻ നമുക്ക് മോരച്ച കൂട്ടാൻ കിടക്കാനുള്ളത്. പിന്നെ മുതിരയും ഒക്കെ ഇട്ടിട്ട്, മുതിരയും കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഇട്ടിട്ട്, എട്ടങ്ങാടിയുടെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കിഴങ്ങുകൾ ഇതെല്ലാം ഇട്ടിട്ട്, മുതിര, പയറ് എല്ലാം ഇട്ടിട്ട് ഒരു പുഴുക്ക്, മധുരമുള്ള പുഴുക്കാണ് സാധാരണ. കുറച്ച് മധുരം, ശർക്കര കിഴങ്ങിടുമല്ലോ. അതെ അതെ. അങ്ങനെ പുഴുക്കോട് കൂടി അങ്ങനെ കഴിക്കും. പിന്നെ വൈകുന്നേരം 5 മണി വരെ കിട്ടേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മളന്ന് ഊണയിക്കില്ല. നോൽമ്പ് രാത്രിയും കൂടി ഉണ്ടെന്നാണ്, അങ്ങനെയാണ് പറയുക. അപ്പം അങ്ങനെയൊക്കെയാണ് ഭക്ഷണം. നമ്മള് മറ്റേടത്ത് മംഗളം പിന്നെ ഒന്ന് മംഗളം പാടി, സ്വയംവരങ്ങളും എല്ലാം പാടി. പിന്നെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ അത് കഴിഞ്ഞാലാണ് എല്ലാം താലവുമൊക്കെ ആയിട്ട് കൊണ്ടുവരില്ല, പാതിരാപ്പൂ ചൂട. അപ്പോൾ പുത്തൻ തിരുവാതിരക്കാരാണ് ആദ്യം. ഇനി പുത്തൻ തിരുവാതിരക്കാരില്ലെങ്കിൽ പൂത്തിരുവാതിര. ഇത് രണ്ടാണോ എന്ന് ചോദിച്ചാൽ 2 തന്നെയാണ്. പൂത്തിരുവാതിര വെച്ചാൽ തെരണ്ട ആദ്യത്തെ തിരുവാതിര, അതാണ് പൂത്തിരുവാതിര. പലരും പൂത്തിരുവാതിര എന്ന് പറയും, ഇതിനും പറയും. അതെ, ചിലർ പറയും. പക്ഷെ അത് അറിവില്ലാത്തതുകൊണ്ടാവും എന്ന് തോന്നണു. പുത്തൻ തിരുവാതിരയും പൂത്തിരുവാതിരയും വെച്ചാൽ പുഷ്പിണി ആയാൽ പൂത്തിരുവാതിര, അതാണ് പുഷ്പിണി എന്നല്ലേ പറയാ. അപ്പൊ പൂത്തിരുവാതിര. മറ്റേ പുത്തൻ തിരുവാതിര, ഒരു കുടുംബത്തെ ആദ്യം വന്നിട്ടുള്ള ആദ്യത്തെ പുത്തൻ തിരുവാതിര. അതന്നെ തന്നെ. അപ്പൊ പൂത്തിരുവാതിര, പുത്തൻ തിരുവാതിരക്ക് ഉള്ളവരില്ലെങ്കിൽ, പൂത്തിരുവാതിരക്കാരുണ്ടെങ്കിൽ അവരാണ് ആദ്യം. അത് കഴിഞ്ഞാൽ പിന്നെ കൊച്ചുകുട്ടികളെ തൊട്ട് പൂത്തിരുവാതിരക്കാർ കഴിഞ്ഞാൽ പിന്നെ താഴെയുള്ള അവർക്ക് ഉറങ്ങില്ലേ, അപ്പോൾ കൊച്ചു കുട്ടികളെ അതിൽ ചൂടിക്കുള്ളൂ, അല്ലെങ്കിൽ മടിയിലിരുത്തിട്ട് ചാർത്തിക്കാം. 8 ദിക്കുകളിലേക്കും ഇങ്ങനെ ചാർത്തലുണ്ട്. ഈ പാതിരപ്പൂ നമ്മള് മുൻപ് കൊട്ടി കൊണ്ടുവയ്ക്കൂലോ അവിടെ, കൊണ്ടുവയ്ക്കും. അത് കഴിഞ്ഞാൽ അതാണ് പൂ കൊണ്ടുവരാൻ പോവുക. അല്ല, അവിടെ എന്തെങ്കിലും ചടങ്ങുണ്ടോ? ചടങ്ങൊന്നുമില്ല, നട്ടുവെക്കലുണ്ട്. ഏതോ ഒരെണ്ണം അതിപ്പോ പാലയ്ക്ക് നേർകൂടാന്ന് പറഞ്ഞിട്ട് അത് എനിക്കത്ര അറിയില്ല. പാലയുടെ ചോട്ടിലാന്നാണോ? പാലയ്ക്ക് നേർകൂടെ തോഴിമാരെ എന്നിട്ടൊരു പാട്ടുണ്ട്.
അത് തെക്കോട്ടാണ്. കടലുണ്ട് തോന്നുന്നു. അത്ര അറിയില്ല, അത്ര ഓർമ്മയില്ല. അത് തെക്കൻ എറണാകുളത്തുനിന്ന് തെക്കോട്ടൊക്കെയാന്ന് തോന്നുന്നുണ്ട്. പാലയ്ക്ക് പാല നടുക മറ്റൊരു കൊമ്പ് കൊണ്ടുപോയിട്ടോ അങ്ങനെ എന്തൊക്കെയോ ഒരു ഇതുണ്ട് പരിപാടിയിൽ. അത് ഇവിടങ്ങളിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്കത്ര അറിയില്ല. പാലയ്ക്ക് കൊണ്ട് തൊഴിമാരെ എന്നിട്ട് അങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തോ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ വെള്ളം വെള്ളമൊഴിക്കുക. പൂവെടുത്ത ഇനിയിപ്പോ ഒരു കൊമ്പ് അവിടെ കൊണ്ടുവച്ചിട്ട് നടുക അങ്ങനെയാണോ? പക്ഷെ അതൊക്കെ മുൻകൂട്ടി ചെയ്യണം. അതിന് പാലക്കൊമ്പ് കൊണ്ടുപോയി അവിടെ നടുകയാണോ അറിയില്ല. പക്ഷെ അത് പടിപ്പരയിൽ കൊണ്ടുവയ്ക്കാന്നാണ്. അത് ആരെങ്കിലും സ്ത്രീകള് പറക്കി അല്ലെങ്കിൽ കാര്യസ്ഥന്മാർ ആരെങ്കിലും അത് പറിച്ച് ഇവിടെ കൊണ്ടുവയ്ക്കും. പറിച്ച് കൊണ്ടുവരാന്നാണ് സങ്കല്പം. അങ്ങനെ പറിച്ച് കൊണ്ടുവരുമ്പോൾ താലങ്ങളുണ്ടാവും. പിന്നെ അഷ്ടമംഗല്യം, തൊരട് വിളക്ക്, ഇത്രയും പതിവുള്ളൂ. പിന്നെ താലങ്ങൾ ഇപ്പോൾ പുത്തൻ തിരുവാതിരക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ താലമൊക്കെ പിടിച്ച് ധാരാളം 2 കുടുംബത്തെ ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ ധാരാളം ആളുകളുണ്ടാവും. അങ്ങനെ താലമൊക്കെ ആയിട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ എന്താ വെച്ചാൽ 1-ാം 10 അങ്ങനെ 1-2 പാട്ട് പാടി അവിടെ 10 ആകുമ്പോൾ അവിടെ എത്തി. അത് കഴിഞ്ഞ് പൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വഞ്ചിപ്പാട്ട് പാടി വായ്ക്കുറവൊക്കെ ഇട്ട് തിരിച്ചു പോകും. അങ്ങനെയല്ലോ. വന്നു കഴിഞ്ഞാൽ മംഗലാതിര പാടും. മംഗലാതിര ഇപ്പോൾ അയിനൂണ്ണൊക്കെ പാടുന്ന കേട്ടിട്ടുണ്ട്. ഒരിക്കലും പാടില്ല മംഗലാതിര. ഒരിക്കലും പാടാൻ പാടില്ല മംഗലാതിര. തിരുവാതിരയ്ക്ക് മാത്രം പാടാവുന്ന പാട്ടാണ്. പക്ഷെ അതിലത്തെ ആ ഒരു കഥ അങ്ങനെയാണ്. വേദികൻ തന്നുയർ കൊണ്ടുപോയി എന്നൊക്കെയല്ലേ. പാടില്ല. ഞാനത് തന്ത്രിസമാജത്തിന്റെ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരിക്കലും മംഗലാതിര ഈ പൂ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ പൂ ചാർത്തില്ലേ. പിന്നെ പൂ ചാർത്തലാണ്, സമയമില്ലേണ്ടേ. പാതിര പൂ ചാർത്ത ചൂടലാണ് ആരാധിക്കുക. അതിന് പ്രത്യേകിച്ച് മന്ത്രങ്ങളൊന്നുമില്ല. ആദ്യം ഗണപതിക്ക് വിളക്കത്ത്, പിന്നെ അമ്മിക്കുഴ അണിഞ്ഞ് അമ്മിക്കുഴയിലെ ശിവനും ശ്രീപാർവതിക്കും ഇങ്ങനെ 3 ഇതായിട്ടാണ് ചാർത്താറ്. ആദ്യം ഇത് കറുകമാല ചാർത്തും ഗണപതിക്ക്. പിന്നെ കണ്ണാടി കൈ പിടിച്ച എല്ലാവരും എല്ലാ കൊച്ചു കുട്ടികൾ തൊട്ട് മംഗലസ്ത്രീകൾ എല്ലാവരും അങ്ങനെയാണ് പതിവ്. ആദ്യം ഗണപതിക്ക് ഇതൊക്കെ ചാർത്തലേ ഉള്ളൂ. കറുകമാല ചാർത്തും. അത് കഴിഞ്ഞ് അടുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ദശപുഷ്പങ്ങളെല്ലാം കൂടി എരിക്കിൻ്റെ ഇലയിൽ വെച്ചിട്ട് കൊന്നയില കൊണ്ട് മൂടിയിട്ടാണ്. എന്നിട്ട് അത് എരിക്കില തന്നിലങ്ങേറ്റുകൊണ്ട് കൊന്നയില അടച്ചു വെച്ച് വേദികൻ തന്നുയർ കൊണ്ടുപോകും. എന്നിട്ട് കന്യാഗ്രഹത്തിന് എഴുന്നരുളി. എന്നിട്ട് ശിവൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ദേഹത്തിന് പകരമാണ് നമ്മൾ ദശപുഷ്പം വെക്കുന്നത്. അപ്പോൾ അത്രയും ദേഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും, ജനിമൃതി എന്നുള്ളതും സന്തതി, പിന്നെ വരുണൻ, കാമദേവൻ, ഇന്ദ്രിയങ്ങൾ, ഉണ്ണിക്കണ്ണൻ, ഇതെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ ജനിമൃതി, പിന്നെ പരിപാലനം, മഹാവിഷ്ണു അല്ലേ. ഇപ്പൊ ആദ്യം പറഞ്ഞില്ല ഇതിൽ ഏതൊക്കെ ദേവന്മാരുണ്ട് എല്ലാവരും ഉൾപ്പെട്ട. അപ്പൊ ജീവിതത്തിലേക്ക് വേണ്ട എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് മനുഷ്യ ശരീരം എന്നുള്ള രീതിയിലാണ്, ശരീരത്തിനെയാണ് ആവാഹിച്ചിട്ട് ഇതുകൊണ്ട് അടച്ചു വെക്കണത്. ഇരിക്കിൻ്റെ ഇല വെച്ചിട്ട് കൊന്നലയോണ്ട് മൂടി വെക്കണത്. ആ ശരീരത്തിന്റെ ജീവനെയാണ് കൊണ്ടുവരുന്നത്. ജീവന് പകരം നമ്മൾ വെക്കുന്നത് ദശപുഷ്പങ്ങളാണ്. അപ്പോൾ ജീവന് അത് വെച്ചിട്ട് പിരിച്ച് അടുക്ക് എന്ന് പറഞ്ഞിട്ടൊരു, അതും ഈ തിരുവാതിരയ്ക്ക് മാത്രമാണ് അടുക്ക് ഉണ്ടാക്കല്. ശിവന് ശ്രീപാർവതിക്കും ചാർത്തും, ഗണപതിക്കും ചാർത്തും. 3 അടുക്ക് ധാരാളം ഉണ്ടെങ്കിൽ 1-1:30 കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ ഉറങ്ങാണ്ടിരിക്കാൻ തമാശപ്പാട്ടുകൾ, നേരമ്പോക്ക് പാട്ടുകൾ, അങ്ങനത്തെ പാട്ടുകളൊക്കെ നമുക്ക് പാടാം. പിന്നെ കുറത്തി, വഞ്ചി, കുമ്മി അതൊക്കെ എല്ലാം പ്രയോഗിക്കാം. അപ്പൊ ഒക്കെ കുട്ടികൾക്ക് ഉഷാറുണ്ടാവേ. കുട്ടികൾക്കും വയസ്സായവർക്കും എല്ലാവർക്കും ഉഷാറുണ്ടാവണമെങ്കിൽ നേരമ്പോക്ക് പാട്ടുകൾ വേണം. അപ്പൊ തിരുവാതിരപ്പാട്ടില് ഇത് പാടില്ല ഒന്നുമില്ല. ഇതൊക്കെ നമുക്ക് പാടാം, കളിക്കാം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒരു വിധമായി തോന്നണം അല്ലേ.